ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ബദേൽ ടീമിൻ്റെ സാം സാറിനെ പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. ഈ സുവിശേഷ പരമ്പരയുടെ ഒന്നാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമേലത്തെ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് രാത്രികാലം ഓരോരുത്തരും നിറയപ്പെടേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. അല്പസമയം അതരങ്ങൾ തുറന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എൻ്റെ അപ്പനോട് ചെല്ലുവാനാണ് എൻ്റെ അപ്പൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനുമായി ഞങ്ങളുടെ നല്ല പിതാവായി ദൈവമേ കർത്താവേ, മനോഹരവും വിലേറിയുമായ ഈ രാത്രി സമയത്തിനായി സ്തോത്രം. ഈ സുവിശേഷ പരമ്പരയുടെ പ്രാരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സഹായിച്ച വിലേറിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ യോഗത്തെക്കുറിച്ച് ദൈവമേ പ്രാർത്ഥിച്ച് പ്രിയ സഹോദരങ്ങൾ ആരംഭിച്ചതു മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാനെ ഇത്രയും മേൽത്തരമായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ഈ സഹോദരങ്ങളെ ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദാഹത്തോടെ കടന്നു വന്നവരോട് എൻ്റെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇടപെടാൻ പോകുന്ന വലിയൊരു കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ കർത്താവ്, ദൈവമേ വർഷിപ്പ് ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവ് വർഷിപ്പ് ടീമിനെ ദൈവം ഒരുക്കിയുള്ള നന്ദിയോടെ സ്തോത്രം കർത്താവേ. പാടുവാൻ പ്രിയ സഹോദരൻ ജോയൽ പടവത്തിനെ ദൈവം ഒരുക്കി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കർത്താവ് ദൈവം എല്ലാ കർത്താവ് ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന എല്ലാ മ്യൂസീഷ്യൻസിനായും സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തമ്പുരാനെ ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സകലത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓൺലൈനിലൂടെ ഞങ്ങൾ വാച്ച് ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ അതിന് നേർ നൽകുന്ന മന ടിവിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആ ഏതിലും കർത്താവേ സ്തുതിക്കുന്ന ഒരു തടസ്സവുമില്ലാതെ എല്ലാം വളരെ ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ ദൈവമേ മുന്നോട്ട് പോകുവാനായിട്ട് അവിടെ ഒരുക്കണം. ഞങ്ങളുടെ ഈ ദേശത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശവാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തമ്പുരാനെ ഞങ്ങളുടെ ദേശത്തിന് ഇതൊരു ബ്ലെസ്സിങ് ആക്കി ദൈവം തമ്പുരാൻ കഴിഞ്ഞ 3 തവണയും മാറ്റി ഈ 4ാം തവണയും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ മേൽത്തരമായത് ദൈവം കർത്താവേ ഞങ്ങളുടെ ദേശത്തോട് അങ്ങ് ചെയ്തെടുക്കാൻ പോകുന്ന വിലയേറിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അത് ഞങ്ങൾ മാത്രം ഒരുങ്ങുവാനായിട്ടല്ല. ദൈവമേ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഹല്ലേലൂയ ദൈവമേ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ആ വ്യക്തികളോടും ഇടപെടാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന അവിടുത്തെ അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാസ്റ്റർ സുരേഷ് ബാബുവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളിൽ ഒരാളായി എൻ്റെ ദൈവം തമ്പുരാനെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ലോകമെമ്പാടും ദൈവം തമ്പുരാൻ എടുത്തുപയോഗിക്കുന്ന അഭിഷിക്തനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ ദൈവമേ കർത്താവ് ഇന്ന് രാത്രികാലം ദാഹത്തോടെ കടന്നു വന്നവരോടുള്ള ആലോചനയെ ദൈവം തമ്പുരാൻ എളിയ അഭിഷിക്തനിലൂടെ ഞങ്ങളുടെ മേൽ അങ്ങ് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. തിരുകൃപയാൽ മൂടിമറയ്ക്കും, പിന്നെയും ബലപ്പെടുത്തും, ആശീർവദിക്കും. സർവ്വതുമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഇന്ന് രാത്രികാലം ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എല്ലാവരും ചിരിച്ചാട്ടെ. വേഗത്തിൽ വേഗത്തിൽ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലാണ് നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ളത്. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചാട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അടുത്തിരിക്കുന്ന വ്യക്തി കരം കൊടുത്ത് പറഞ്ഞാട്ടെ, പ്രതീക്ഷയോടെ ആയിരിക്കുക, പ്രതീക്ഷയോടെ ആയിരിക്കുക. ഇന്ന് രാത്രികാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മധ്യ നമ്മുടെ ഒരു സഹോദരൻ ഹല്ലേലൂയ ലോകമെമ്പാടും ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്ന ബ്രദർ സുരേഷ് ബാബു ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ തട്ടി കർത്താവിൻ്റെ അഭിഷിക്തനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദേശവാസികൾക്ക് ഒരുമിച്ച് ഈ പട്ടണത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നാം വന്നതുപോലെയല്ല, പകരം ദൈവകൃപയാൽ ആഴമായ ആത്മീയ സ്പർശനം ഏറ്റെടുക്കുവാൻ, ദൈവത്താൽ സ്പർശിക്കപ്പെട്ടവരുമായി മടങ്ങുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കണ്ണുകളടച്ച് 2 കരങ്ങൾ അടിച്ച് നിങ്ങളുടെ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ
സംഗീത ഉപകരണങ്ങളുടെ ശബ്ദമല്ല, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവനില്ലാത്ത ഏതോ ഉപകരണങ്ങളുടെ ശബ്ദമല്ല, ജീവിക്കുന്ന ദൈവത്തെ, ജീവനുള്ള ദൈവത്തിൻ്റെ ജനം കരങ്ങളടിച്ച് അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സംതിങ് ഗ്രേറ്റ്, പവർഫുൾ, ടാഞ്ചബിൾ, പ്രത്യക്ഷമായത്, മറക്കാൻ കഴിയാത്തത് അത്യുന്നതനായ ദൈവം നിങ്ങൾക്കായി ചെയ്യുമാറാകട്ടെ. ശക്തിയോടെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് താങ്ക് യു ജീസസ്. അധരങ്ങളെ തുറന്ന് യെസ് 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 യെസ്, ദ ലോർഡ് ഡ്വെൽസ് ഓവർ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവം സ്തുതികളുടെ മധ്യത്തിൽ ആദിവസിക്കുന്നു. ദൈവം സ്തുതികളുടെ മധ്യത്തിൽ ആദിവസിക്കുന്നു. സ്തുതികളുടെ മധ്യത്തിൽ ആദിവസിക്കുന്നവനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നല്ലവനും വിശ്വസനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന വാഗ്ദത്ത പ്രകാരം കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിബിരിയാസ് കടൽക്കരികിൽ നടന്ന കർത്താവ് യെരൂശലേം പട്ടണത്തെ വചനത്താലും ആത്മാവിൻ്റെ ശക്തിയാലും ഇളക്കി മറിച്ചവനായ കർത്താവ് യെരിഹോവിലെ കുരുടനെ കണ്ണ് തുറന്ന് ആ പട്ടണത്തെ ആകമാനം തൻ്റെ കൃപയിലേക്ക് നടത്തിയ കർത്താവ് ഈ രാത്രിയിലും ഞങ്ങളുടെ മധ്യത്തിൽ ഒരിക്കൽ കൂടെ എഴുന്നള്ളിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആലോചനയിൽ വലിയവനായി, പ്രവൃത്തിയിൽ ശക്തിമാനായി അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. തുറന്ന സ്വർഗത്തിൻ കീഴിൽ, വിരിക്കപ്പെട്ട സ്വർഗീയ മേഘ സാന്നിധ്യത്തിൻ കീഴിൽ അവിടുന്ന് ഞങ്ങളെ ഇരുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പനെ ദാഹത്തോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 5 അപ്പത്തെ 2 മീനിനെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചവനായ കർത്താവ് ധന്യമായി നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും. ആലോചനയിൽ വലിയവനായ കർത്താവ് വചനത്തിന്റെ വാതിൽ തുറന്ന് അവിടുന്ന് ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കാദേശ് മരുവിനെ നടക്കുന്ന അങ്ങയുടെ ശബ്ദം, വൻ കുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, സൃഷ്ടിക്കുന്ന ദൈവശബ്ദം, വിടുവിക്കുന്ന ദൈവശബ്ദം, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം വളായി തീയായി ചുറ്റികയായി തുറന്ന സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടെ മഞ്ഞു പോലെ മാരി പോലെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആരൊക്കെയാണോ രോഗികളായി കടന്നു വന്നത് അവർക്ക് അത്ഭുതകരമായി ഇന്ന് രാത്രി സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ മനുഷ്യനാൽ അസാധ്യം അങ്ങയാൽ സാധ്യമെന്ന് വചനത്തിലൂടെയും ശക്തിയിലൂടെയും കർത്താവ് തെളിയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവ പ്രവൃത്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ദേശാധിപതി ശക്തിയെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. ബലവാനെ പിടിച്ചു കെട്ടിക്കെട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയത്തില്ല എന്നാണ് ചെയ്ത നസ്രേന യേശുവിന്റെ നാമത്തിൽ ഈ പള്ളിമുക്ക കല്ലയം ദേശാധിപതിയെ ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ പുത്രനായ നസ്രേന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ബന്ധിക്കുന്നു. സാത്താൻ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അങ്ങ് വലിയവൻ ഞങ്ങൾക്കായി ചെയ്യും. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ പരിവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവപുത്രനായ യേശുവിൻ്റെ നാമത്തെ സകലത്തിലും അവിടുന്ന് മഹത്വപ്പെടുത്തും. എല്ലാ മഹത്വം ബഹുമാനമയ്ക്ക് മാത്രമായിരിക്കട്ടെ, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 2 കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് മോനെ ജി മേജർ തന്നെ, ജി മേജർ. താങ്ക് യു ജീസസ്, വി പ്രൈസ് യുവർ ഹോളി നെയിം. ചേർന്ന് പാടുമോ? എല്ലാവരും ഇരുന്നോ? കം ഓൺ. ഹല്ലേലൂയ. എല്ലാവരും ഓക്കേ ഓക്കേ, യു മേ ബി സീറ്റ്. ചേർന്ന് പാടിയാട്ടെ. ജീവനും എൻ്റെ കം ഓൺ സർവസവും നീ മുൻപിൽ ആണ്
മുൻപിലണച്ചു ജീവനുവേ എല്ലാവരും സർവസവും മുൻപിൽ അണച്ചു ഇരുകരങ്ങളെ ഉയർത്തി യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. നിങ്ങളുടെ ശബ്ദവും കരമുയർത്തി ജീവനുവേ സർവസവും മുൻപിലണച്ചു ജീവനുമേന്റെ സർവസവും മുൻപിലണച്ചു കുമ്പിടുന്നു. രണ്ട് കാര്യങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നല്ല രാത്രി മണിക്കൂറോളം ഉറങ്ങാതെ ഒരു സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് എയർപോർട്ടിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ കോറസാണ് എൻ്റെ ഹൃദയത്തിൽ ആവർത്തിച്ച് കർത്താവ് തന്നത്. സോ എനിക്ക് മനസ്സിലായി, ഇന്ന് രാത്രി ഇത് പാടുമ്പോൾ സ്വർഗം തുറക്കും, ദൂതന്മാർ ഇറങ്ങും, ദൈവാത്മാവിന് വേണ്ടി ഒരു ഹൈവേ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ വന്നതുപോലെയല്ല, വലിയ അനുഗ്രഹത്തോടെ മടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്യും. ജീവനുള്ള എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നെ സ്നേഹിച്ച് ഇവിടേക്ക് ക്ഷണിച്ചതായി ഈ മീറ്റിങ്ങിൻ്റെ എല്ലാ സംഘാടകരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബ്രദർ ജോയൽ, മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്ന എല്ലാ ദൈവദാസന്മാർ, ക്രൈസ്റ്റ് ഫാമിലി മെമ്പേഴ്സ്, എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം. ബ്ലെസ്സിങ് ഫെസ്റ്റ് ഇതിൻ്റെ നോട്ടീസ് കണ്ടപ്പോൾ, ബ്ലെസ്സിങ് എന്ന് കണ്ടപ്പോൾ 3 പദങ്ങളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്നത്. കടന്നു വന്നാട്ടെ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. സംഖ്യാപുസ്തകം പഴയ നിയമത്തിലാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. പഴയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാക്കട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 3 അനുഗ്രഹ വചനങ്ങളാണ് ഈ 3 സന്ധ്യാസമയങ്ങളിൽ ദൈവകൃപയാൽ നാം ഒരുമിച്ച് കേൾപ്പാൻ പോകുന്നത്. ഈ 3 അനുഗ്രഹങ്ങളാണ് വ്യക്തിയായി, കുടുംബമായി, സഭകളായി, ശുശ്രൂഷകളായി കർത്താവിൽ നിന്ന് നാം ഈ ദിവസങ്ങളിൽ പ്രാപിപ്പാൻ വേണ്ടി പോകുന്നത്. ഇത് അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മഞ്ഞുപോലെ, മഴ പോലെ നമ്മുടെ ദേശത്ത് പെയ്തിറങ്ങുമാറാകട്ടെ. കുളങ്ങളും കിണറുകളും എല്ലാം വറ്റുന്നു. അസഹനീയമായ ചൂടുണ്ട്. ഈ മീറ്റിങ്ങിന് ഒരു തടസ്സമില്ലാതെ നന്നായി മഴകൾ പെയ്തിറങ്ങുമാറാകട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞേ പറ്റത്തുള്ളൂ മക്കളെ. ആമേൻ, സ്തോത്രം. അവസാന രാത്രി നമ്മൾ നന്നായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. ആദ്യ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ അല്പം സ്തോത്രം മനസ്സിലായവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. സോ തിരുവചനം പറയുന്നു, ദൈവം അനുഗ്രഹിക്കുന്നവനെന്ന്. കല്ദയരുടെ ഊരിൽ നിന്ന് അബ്രാമിനെ ദൈവം വിളിച്ചിറക്കി
സ്തോത്രം, കാണിപ്പാനിരിക്കുന്നതായ പാലും തേനും ഒഴുകുന്നതായ ദേശത്തേക്ക് അയക്കുന്നതായ സമയത്ത് 7 അനുഗ്രഹങ്ങളെ കൊടുത്താണ് ദൈവം അയച്ചത്. പുതിയ നിയമസഭയെ ദൈവം വച്ചിരിക്കുന്നത് ആരെയോ ശപിക്കാനല്ല, മുറിക്കാനല്ല, വിമർശിക്കാനല്ല, ത്യജിക്കാനല്ല. 1 പത്രോസ് 3:9 പറയുന്നു, ദേശവാസികളെ, ദേശത്തെ അനുഗ്രഹിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഇതാ 3 അനുഗ്രഹ വചനങ്ങൾ. എപ്പോഴാണ് ഈ അനുഗ്രഹ വചനങ്ങൾ? സംഖ്യാപുസ്തകം 6:24, 25, 26 വാക്യങ്ങൾ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്, അല്ലെങ്കിൽ കേൾപ്പാൻ കഴിയുന്നത്. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ്, അല്പം മോണിറ്റർ തരുമോ? ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് സമാഗമന കൂടാരം നിലനിൽക്കുമ്പോൾ, ആ സമാഗമന കൂടാരത്തിൽ ശേഷം 3500 വർഷങ്ങൾക്ക് മുൻപ് ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി പണിതതായ ആലയം നിലനിൽക്കുന്നതായ സമയത്ത് 5 തരത്തിലുള്ള യാഗങ്ങളായിരുന്നു ഇസ്രായേൽ ദൈവത്തിന് വേണ്ടി ചെലുത്തിയിരുന്നത്. 5 തരത്തിലുള്ള യാഗങ്ങളാണ് അർപ്പിച്ചിരുന്നത്. ചിലപ്പോൾ പാപയാഗമായിരിക്കാം, സമാധാന യാഗമായിരിക്കാം, ദഹനയാഗങ്ങളായിരിക്കാം, സമാധാനമായ യാഗങ്ങളായിരിക്കാം. അങ്ങനെ 5 വിധത്തിലുള്ള യാഗങ്ങളെ അവർ ദൈവത്തിന് മുൻപിൽ അർപ്പിക്കുമ്പോൾ ഈ അനുഗ്രഹ വചനങ്ങളാണ് ലേവ്യ ഗോത്രക്കാരാകുന്ന പുരോഹിതന്മാർ കരങ്ങൾ ഏകദേശം ഇതുപോലെ പിണച്ചു വെച്ച് അവരെ അനുഗ്രഹിച്ചു വിട്ടിരുന്നത്. ഒന്നാമതായി പറയുന്നു, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്കാണ് ഈ ആരംഭ രാത്രി നമ്മുടെ ശ്രദ്ധയെ നാം ഒരുമിച്ച് തിരിക്കുവാൻ വേണ്ടി പോകുന്നത്. 25-ാം വാക്യം പറയുന്നു, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ഉള്ളവനാകട്ടെ. ദൈവം നിന്നോട് കൃപ ഉള്ളവൻ ആകട്ടെ. ഒരിക്കൽ കൂടെ, ദൈവം നിന്നോട് കൃപ ഉള്ളവൻ ആകട്ടെ. പാട്ടിലും ആരാധനയിലും പാട്ടിലും പ്രസംഗത്തിലും ഒക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതായ ഒരു വചനമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഒരു നല്ല ഗാനമുണ്ട്, കൃപയുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. സ്തോത്രം. അതെ, അതുപോലെ കൃപയേറും കർത്താവിലെ വിശ്വാസം. ധാരാളം ഗാനങ്ങൾ ദൈവകൃപയെക്കുറിച്ച് പറയുന്നു, പ്രസംഗങ്ങളൊക്കെ ധാരാളം ദൈവകൃപയെക്കുറിച്ച് പറയുന്നു. എന്നാൽ നോക്കണമേ, എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്? മോനവിടെ ഇരുന്ന് പ്ലേ ചെയ്യും. ഞാൻ കഠിനനായ യജമാനനല്ല, എന്നെ കണ്ട ക്രൂരനെന്ന് ചിലർ പറയും, പക്ഷെ അങ്ങനെയല്ല. ദയവായിരുന്നാട്ടെ. സ്തോത്രം. അതെ, തിരുവചനം പറയുന്നു എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നാം ഒന്ന് ജീവനോടെ ആയിരിക്കുന്നത് നമ്മൾ കുത്തിയ 2 വാക്സിനേഷൻ കൊണ്ടല്ല, നമ്മൾ കഴിച്ച ആഹാരം കൊണ്ടല്ല. നാം ജീവനുള്ള ദേശത്തായിരിക്കുന്നത് കർത്താവിൻ്റെ ശുദ്ധമായ കൃപ കൊണ്ടാണ്. നിങ്ങൾ ദൈവമക്കളായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ ദൈവം നിങ്ങളെ പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാലാണ്. ബട്ട് വാട്ട് യു മീൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണ്? റോമർ 4:4 പറയുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും പകരുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ചിലരൊന്നും മിണ്ടിയില്ല, അവർ സ്തോത്രം പറയാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും പകരുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ 1ാമത്തെ പേജ് തുടങ്ങി അവസാന പേജ് വരെ ലക്ഷക്കണക്കിന് സകല വിശുദ്ധന്മാരും അനുഭവിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ അനുഭവിക്കാതെ ഒരുവൻ പോലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നില്ല. എല്ലാവരുടെ മേലും വസ്ത്രം അവരെ തഴുകി കിടന്നതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അവരെ മൂടി പരിപാലിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ജനം പൊങ്ങിയതായ മഹാജലപ്രളയത്തിൽ ഇത് മുങ്ങിത്താഴുമ്പോൾ 8 പേർ ആ പെട്ടകത്തിൽ രക്ഷ പ്രാപിച്ചു. നോഹ പറയും ദൈവത്തിൻ്റെ കൃപയാലാണ്. സ്തോത്രം. ഒരു ഡോക്ടർ പരിശോധിച്ചാൽ ആ പിതാവിനും മാതാവിനും ഒരു കുഞ്ഞു പോലും ഉണ്ടാകുവാൻ സാധ്യതയില്ല. അബ്രാമേ, നിനക്ക് മക്കൾ ഉണ്ടാകത്തില്ല, പുത്രാൽപത്തിന് ശേഷി നഷ്ടപ്പെട്ടു പോയി. സറായിയെ, നിനക്ക് മക്കൾ ഉണ്ടാകത്തില്ല, സ്ത്രീകൾക്കുള്ള മുറം നിന്നുപോയിരിക്കുന്നു. എന്നാൽ കൃപയുടെ ദൈവം എൽ ഷഡായി ഇറങ്ങി വന്ന് പറഞ്ഞു, അതെ സ്തോത്രം, ഞാൻ മനുഷ്യന്റെ റിപ്പോർട്ടുകളെ മാറ്റിമറിക്കുവാൻ പോകുന്നു. ആരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്നെ
കുറിച്ച്, നിന്റെ വീടിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതായ സകല മാനുഷികമായ റിപ്പോർട്ടുകളെ കർത്താവ് ഈ മണിക്കൂറുകൾ ക്യാൻസൽ ചെയ്യുന്നു. പകരം ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകുവാൻ വേണ്ടി പോകുന്നു. അത് സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ അത്രേ. സ്തോത്രം. അപ്പന് വേണ്ടാത്തവനായിരുന്നു യാക്കോബ്. അപ്പൻ കൊടുത്ത അനുഗ്രഹം തിരിച്ചെടുപ്പാൻ കാത്തിരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരൻ കൊല്ലാൻ കാത്തിരിക്കുകയാണ്. കൊല്ലാൻ കാത്തിരിക്കുന്ന ഏശാവ് കൊടുത്ത അനുഗ്രഹം തിരിച്ചെടുക്കുവാൻ കാത്തിരിക്കുന്നതായ അതേ ഒരു ഇസഹാക്കും അതിൻ്റെ നടുവിൽ കല്ലിനെ തലയണിയാക്കി യാക്കോബ് കിടന്നുറങ്ങുമ്പോൾ സ്വർഗം തുറന്ന് അറ്റം കാണാത്ത ഒരു ഗോവേണി ഇറങ്ങി വന്ന് പിന്നത്തേതിലും ഇസ്രായേൽ എന്ന പേര് കൊടുത്ത് ആ രാജ്യം ഇന്ന് മേലേക്ക് കയറുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഒരേ ഗർഭപാത്രത്തിൽ ഇറങ്ങി വന്നതായ സഹോദരന്മാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അളവിൽ സ്തോത്രം അതേ യോസേഫ് ഉയർത്തപ്പെട്ടുവെങ്കിൽ, മാനിക്കപ്പെട്ടുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കൂടെ കളിച്ചു വളർന്നവർക്ക് ചിന്തിപ്പാൻ കഴിയാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം ഈ തലമുറയിൽ നിന്നെ ഉയർത്തുകയും നിന്റെ സന്താനത്തെ ഇരുത്തുകയും ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാലാണ്. കമോൺ, അധരങ്ങളെ തുറന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കും. ഇത് സാധാരണ യോഗമായിരിക്കത്തില്ല. I know ഇത് സാധാരണ മീറ്റിംഗ് അല്ല. സ്തോത്രം. പേരെന്താണ്? നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്റെ പേര് മോശ എന്ന് വിളിക്കുന്നവനെ, രാജ്യങ്ങളെ വിറപ്പിക്കുന്ന, രാജാക്കന്മാരെ സമുദ്രത്തിന് അടിത്തട്ടിൽ തകർത്ത് കളയുന്ന ശക്തനായ പ്രവാചകനാക്കി അതേ ദൈവത്തിന്റെ കൃപയാൽ ദൈവം മോശയെ വലിയ പ്രവാചകനാക്കിയെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ അളവുകൾ ചിലതിന്റെ മേൽ എന്റെ ദൈവത്തിന് തുറന്നു വിടുവാനുണ്ട്. നിന്റെ ശബ്ദം പെന്തിക്കോസ്ത് ശബ്ദമല്ല, നിന്റെ ശബ്ദം സ്വർഗത്തിന്റെ ശബ്ദമാക്കി ഈ തലമുറയിൽ നിന്റെ ശബ്ദത്തെ ദൈവ ശബ്ദമാക്കി തീർത്ത് ദൈവം പ്രയോജനപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. മറുവശത്ത് 400 ശേര പ്രവാചകന്മാർ, 450 ബാല്യന്റെ പ്രവാചകന്മാർ. ഏരിയ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഒറ്റയ്ക്കെങ്കിലും ദൈവം അനുകൂലം എങ്കിൽ പ്രതികൂലം ആര്? ആരും വേണ്ടതില്ല. ദൈവം അനുകൂലം എങ്കിൽ പ്രതികൂലം ആര്? ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ സ്വർഗം തുറന്ന് തീ ഇറങ്ങിയെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാൽ അത്രേ. സ്തോത്രം. അതേ സ്വപ്നക്കാരൻ പ്രധാനമന്ത്രിയായെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. കാട്ടിൽ കിടന്നതായി ഇടയ ചെറുക്കൻ, അവൻ സ്തുതിക്കുന്നവനായതുകൊണ്ട്, അവൻ ആരാധിക്കുന്നവനായതുകൊണ്ട് കാട്ടിൽ കിടന്നവനെ പിന്നത്തേതിൽ അതേ മല്ലന്റെ തലയെ വെട്ടിമാറ്റി ചക്രവർത്തിയാക്കി തീർത്തെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണ്. മനസ്സിലാക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ കൊള്ളായിരുന്നു. വീണ്ടും വേദപുസ്തകം പറയുന്നു, പുതിയ നിയമത്തിലേക്ക് വന്നാട്ടെ, രാത്രി മുഴുവൻ അധ്വാനിച്ചു ചെറിയൊരു പരാൽ മത്സ്യം പോലും പിടിക്കാൻ കഴിയാത്തതായ പത്രോസ് ഒറ്റപ്പിടുത്തത്തിൽ അതേ ഒറ്റ പ്രസംഗത്തിൽ 3000 ആത്മാക്കളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം തനിക്ക് കഴിവ് നൽകിയെങ്കിൽ അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ. ഭാരത ദൈവസഭ കേൾക്കട്ടെ, തിരുവനന്തപുരം പട്ടണ നിവാസികളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, പത്രോസ് 3000 പേരെ സ്നാനപ്പെടുത്തിയെങ്കിൽ ആ റെക്കോർഡ് ഈ മണ്ണിൽ തകർന്നിരിക്കും. കൃപ ഉള്ള സഭയെ മുടിക്കും, ഉള്ള സഭയെ തകർക്കും എന്ന് പറഞ്ഞ് സ്തോത്രം. ഉള്ള സഭയെ തകർക്കുവാൻ വേണ്ടി ഓടി വന്നതായ അതേ ശൗലിനെ ദൈവത്തിന്റെ വിലയേറിയ കൃപയാൽ കർത്താവ് തൊട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. ആരാ? ശൗല്. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. എന്തിനു വേണ്ടി? രാജാക്കന്മാർക്ക് വേണ്ടി, ജാതികൾക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി. അതേ സ്തോത്രം. ഞാൻ എൻ്റെ നാമത്തെ പ്രഘോഷിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത പാത്രമെന്ന് പറഞ്ഞ് ശൗലിനെ പിന്നത്തേതിൽ സഭകൾ ഇല്ലാത്ത സ്ഥലത്ത് സഭകളെ ഉളവാക്കുന്ന അപ്പോസ്തലനാക്കി തീർത്തെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. സുവിശേഷത്തിനെതിരെ അഘോരാർത്ഥം ഓടുന്നതായ തീവ്രവാദികൾ സുവിശേഷം പ്രസംഗിക്കുന്നവരായി ഈ ഇലക്ഷൻ കാലഘട്ടത്തിലായി തീരുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ കൃപ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം. അതേ ദശാംശം കൊടുക്കുന്നത് കൊണ്ടല്ല, പകരം സ്തോത്രം. അതേ സ്തോത്രക്കാഴ്ച ഇടുന്നത് കൊണ്ടല്ല, പള്ളി മാറിയത് കൊണ്ടല്ല, മീശ എടുത്തത് കൊണ്ടല്ല, ഫുൾ സ്ലീവ് ഉടുപ്പിട്ടത് കൊണ്ടല്ല, ആവരണം മാറ്റിയത് കൊണ്ടല്ല, എന്തെങ്കിലും നാം ചെയ്തത് കൊണ്ടല്ല, പകരം ദൈവത്തിന്റെ കഴിവിനാൽ, ദൈവത്തിന്റെ കൃപയാൽ എന്തെങ്കിലും വ്യാപരിക്കുന്നെങ്കിൽ, ദൈവത്താൽ എന്തെങ്കിലും വ്യാപരിക്കുന്നെങ്കിൽ, ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്താൽ എന്തെങ്കിലും വ്യാപരിക്കുന്നെങ്കിൽ അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ.
മനസ്സിലാക്കുന്നവരെ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സംഖ്യാശാസ്ത്രമനുസരിച്ച് ഓരോ സംഖ്യകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. 5 എന്ന് പറയുന്നത് ദൈവകൃപയുടെ സംഖ്യയാണ്. ഒരിക്കൽ കൂടെ 5 എന്ന് പറയുന്നത് ദൈവകൃപയുടെ സംഖ്യയാണ്. എങ്ങനെ പറയാൻ കഴിയും? 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ആവശ്യമുള്ളതായ കറിവേപ്പില വരെയുള്ളതായ സകലതും ദൈവം ആദ്യത്തെ 5 ദിവസം സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അർത്ഥം ആദാമിന് ഒരു കുറവും ഇല്ലാതെ ആയിത്തീരേണ്ടതിന്, ആദാമിന് ഒരു കുറവും വരാതിരിക്കേണ്ടതിന് അവനുള്ളത് ഓൾറെഡി സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് അവസാനം ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. അർത്ഥം നിനക്ക് ആവശ്യമുള്ളത് സകലതും സ്വർഗത്തിലെ ഭണ്ഡാരത്തിൽ എൻ്റെ കർത്താവ് കരുതി കഴിഞ്ഞു. 5 ദിവസം മനുഷ്യൻ ആവശ്യമുള്ളത് മുഴുവൻ ദൈവം സൃഷ്ടിച്ച് കരുതിയെങ്കിൽ 5 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അബ്രാമിനെ നോക്കി ദൈവം പറഞ്ഞു, എൻ്റെ അടുക്കൽ 5 വസ്തുക്കളെ യാഗത്തിന് വേണ്ടി കൊണ്ടുവാ. സ്തോത്ര. ഉൽപ്പത്തി 15 5 വസ്തുക്കളെ എൻ്റെ അടുക്കൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവാ. 5 വസ്തുക്കളെ നീ എൻ്റെ അടുക്കൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇന്ന് നിനക്ക് മക്കളില്ല, പക്ഷേ 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇത് താഴെ വീഴത്തില്ലല്ലോ, അല്ലേ? താഴെ വീഴത്തില്ലല്ലോ. ഞാൻ ഇതിൽ കയറിയുന്ന കൃപയാണ് വിഷയം. കൃപ താങ്ങട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സംഘാടകരെ കാണുന്നില്ല, ഉണ്ടോ മക്കളെ ആരെങ്കിലും? സ്തോത്രം. അപ്പൊ നോക്ക്, അതെ 5 ദൈവത്തിന്റെ കൃപ. കേക്ക്, 5 വസ്തുക്കളെ എൻ്റെ അടുക്കൽ ഈ യാഗത്തിന് വേണ്ടി കൊണ്ടുവാ എന്ന് അബ്രാമിനോട് ദൈവം പറയുമ്പോൾ ദൈവം പറഞ്ഞു, 5 വസ്തുക്കളെ നീ എനിക്ക് വേണ്ടി അതേ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നെങ്കിൽ 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള നിന്റെ സന്താനത്തിന്റെ സ്ഥിതിയെ ഞാൻ ദൂതായി അങ്ങോട്ട് പറഞ്ഞു തരാം. ഓ ഹല്ലേലൂയ. എനിക്കത് ഇന്ന് രാത്രി മുഴുവൻ പ്രസംഗിക്കണമെന്നുണ്ട്. സ്തോത്രം. 5 വസ്തുക്കളെ അബ്രഹാമിന് വേണ്ടി യാഗമായി കൊണ്ടുവരുമ്പോൾ അന്ന് ആ യാഗം ചെലുത്തുമ്പോൾ, തമിഴിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ യാഗം കഴിക്കുമ്പോൾ അന്ന് അബ്രഹാമിന് മക്കളില്ല, 0 മക്കളാണ്. ഇന്ന് കൈയടിക്കുമ്പോൾ, ഇന്ന് അന്യഭാഷ പറയുമ്പോൾ, ഇന്ന് എഴുന്നേറ്റ് നൃത്തം ചെയ്യുമ്പോൾ, ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇന്ന് നിന്റെ പാക്കറ്റ് ശൂന്യമായിരിക്കും, വീട് ശൂന്യമായിരിക്കും, ജീവിതം സ്തോത്രം അത് ശൂന്യമായിരിക്കും. പക്ഷെ ഇന്നത്തെ ഞെരുക്കമല്ല നീ കാണേണ്ടത്, നാളത്തെ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. കാണാം, വേദപുസ്തകം പറയുന്നു 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ജനത്തിന്റെ പുറപ്പാടാണ് ദൈവം പറഞ്ഞത്. അർത്ഥം 5 സ്തോത്രം കാര്യങ്ങൾ അബ്രഹാം ദൈവത്തിന് വേണ്ടി കൊടുത്തു. മീനിങ്, കൃപയിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ അവസ്ഥയെ മാറ്റുന്നവനാണ് ദൈവം. കൃപയെ ആശ്രയിക്കുമ്പോൾ നിന്റെ വീടിൻ്റെ, നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ മാറ്റുന്നവനാണ് ദൈവം. ഞാൻ ഇന്ന് പണമോ ലോട്ടറിയോ അല്ല പറയുന്നത്. നിന്റെ ആരാധനയുടെ രീതി ഒന്ന് മാറിയെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സ്തുതിയുടെ അനുഭവം ഒന്ന് മാറിയെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ പ്രാർത്ഥനയുടെ ഗിയർ ഈ ഇലക്ഷൻ ദിവസങ്ങളിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് ആത്മമണ്ഡലത്തിൽ പെനിട്രേറ്റ് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. വിശ്വസിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. എവിടെ കൃപയുണ്ടോ അവിടെ അവസ്ഥകൾ മാറുന്നു. ആ ഇടയ ചെറുക്കൻ്റെ കയ്യിൽ 5 കല്ലുകളാണുള്ളത്. 5 കൃപയുടെ സംഖ്യയാണ്. അവൻ തോട്ടിലേക്ക് ഓടിയിറങ്ങി. 1 ശമൂവേൽ 17 5 കല്ലുകളെ അവൻ എടുത്തു. 5 കല്ലുകളെ അവൻ എടുത്ത് ഒരെണ്ണം സ്തോത്രം ആ മല്ലന്റെ നേരെ എറിഞ്ഞിട്ടു. മല്ലൻ മുന്നോട്ട് വീണു. ആ ഫിസിക്സ് ടീച്ചർ പറഞ്ഞത് ഫോഴ്സ് എങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്നു, എങ്ങോട്ടാണ് ബലം വരുന്നത് അങ്ങോട്ടാണ് വസ്തു വീഴുന്നത്. ഗോലിയാത്ത് പിന്നോട്ട് വീഴുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വീട്ടിൽ പോയി വായിച്ചു നോക്ക്. അവൻ മുന്നോട്ടാണ് വീണത്. മുന്നിൽ എറിഞ്ഞ കല്ലിന്റെ തട്ടുകൊണ്ടല്ല, യുദ്ധം നിന്റെതല്ല. ഓ കമാൺ, യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് നിനക്കെതിരെ വെല്ലുവിളിക്കുന്നത് വീഴാൻ സമയം വന്നിരിക്കുന്നു. നിനക്ക് നിന്റെ മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് സകലതമാധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മുൻപിൽ വീഴേണ്ട സമയം വന്നിരിക്കുന്നു. 1 കല്ല് മുന്നോട്ട് പോയി, 4 കല്ലിൽ പിന്നിലുണ്ടായിരുന്നു. ഇന്നും സഭയിലുള്ള 5 ഫോൾഡ് മിനിസ്ട്രിക്കായി സ്തോത്രം, 5 ശുശ്രൂഷകൾക്കായി സ്തോത്രം. ആ സഞ്ചിയിൽ 5 കല്ലുള്ളതുപോലെ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് 5 കല്ലുകൾക്കായി സ്തോത്രം. ഓ കമാൺ, പുതിയ നിയമത്തിലേക്ക് വന്നാട്ടെ. ബെഥസ്ദ കുളത്തിന് 5 മണ്ഡപങ്ങളാണുള്ളത്. മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ 400 സംവത്സരത്തിൽ എല്ലാം നിശബ്ദമാണ്. സ്തോത്രം. മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ 400 സംവത്സരം ദൂതൻ എഴുന്നേറ്റില്ല, പ്രവാചകൻ വന്നില്ല. മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ 400 സംവത്സരം സൈലന്റ് ആണ്. എല്ലാം ലോക്ക്ഡൗൺ ആണ്. എല്ലാ ശുശ്രൂഷകളും ലോക്ക്ഡൗൺ ആണ്. എല്ലാ പ്രീച്ചേഴ്സും മൗനമാണ്. എല്ലാവരും ലോക്ക്ഡൗൺ ആണ്. പക്ഷേ ബെഥസ്ദ കുളം പറയും, നോ, എനിക്ക് 5 മണ്ഡപങ്ങളുണ്ട്. 1 2 3 4 5. എനിക്ക്
എനിക്ക് 5 മണ്ഡപങ്ങളുണ്ട്, അതുകൊണ്ട് ദൂതൻ ഇറങ്ങുന്നു, എൻ്റെ വെള്ളം കലക്കുന്നു. അർത്ഥം, മറ്റുള്ളവൻ മിണ്ടാതിരിക്കുമ്പോഴും നിനക്ക് റെസ്റ്റ് ഇല്ല. കുറെ കാലമായി ഞാൻ റെസ്റ്റിലിരിക്കുന്ന ആരെങ്കിലും പറയുന്നെങ്കിൽ, കുറെ കാലമായി ഞാൻ മൗനമായിരിക്കുന്ന ആരെങ്കിലും പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി നിനക്കുള്ള പ്രവചന ദൂതനാണ്. നിന്റെ സൈലൻസിനെ ഇന്നത്തോടെ കർത്താവ് ക്യാൻസൽ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ദൂതന്മാർ ഇറങ്ങി വരുന്നു, ദൂതന്മാർ ഇറങ്ങി വരുന്നു. 2 കരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് രാത്രിയിലും ഈ ഗ്രൗണ്ടിനും പുറത്തും വ്യാപരിക്കുന്ന ദൂതന്മാരുടെ ശുശ്രൂഷകൾക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. കം ഓൺ, 2 കരങ്ങളെ ഉയർത്തി മക്കളെ, 2 കരങ്ങളെ ഉയർത്തി. എൻ്റെ മലയാളം മനസ്സിലാകാത്ത ആരൊക്കെ ഉണ്ടല്ലോ? ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി. കം ഓൺ, ശക്തിയോടെ. യെസ്, എവിടെയാണോ ദൈവ കൃപയുള്ളത് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അവിടെ അവസ്ഥ മാറുന്നു, അവിടെ ടോട്ടൽ വിക്ടറി ഉണ്ടാകുന്നു, അവിടെ പരിപൂർണമായ ജയം വെളിപ്പെടുന്നു. ആ ലിസ്റ്റ് അങ്ങനെ കടന്നു പോകുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് കൃപയുടെ പ്രത്യേകത? നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഉൽപ്പത്തി 6:8 പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചിരുന്നു. ലൂക്കോസ് 1:30 മറിയയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചിരുന്നു. സ്തോത്രം. 2 രാജാക്കന്മാർ 2:14 എലീശയ്ക്ക് മാത്രം ഇരട്ടി പങ്ക് അഭിഷേകം ലഭിച്ചിരുന്നു. യെശയ്യാ 41:8 അബ്രഹാം മാത്രം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. യാക്കോബ് 2:23 അങ്ങനെ പറയുന്നു. പുറപ്പാട് 33:11 മോശ മാത്രം ഫേസ് ടു ഫേസ് ആൻഡ് മൗത്ത് ടു മൗത്ത് അതേ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചിരുന്നു. അർത്ഥം, സ്തോത്രം, പഴയ നിയമത്തിൽ അതത് തലമുറകളിൽ അപൂർവമല്ല, അത്യപൂർവമായി 1-2 പേർ മാത്രം ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് കൂടെ സംസാരിച്ചു, ദൈവത്തിന്റെ സ്നേഹിതന്മാരായി ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. പഴയ നിയമത്തിൽ അപൂർവം ചിലർക്ക് മാത്രം കൃപ കിട്ടി. നോഹയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ, മറിയയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ. പഴയ നിയമത്തിൽ അപൂർവം ചിലർക്ക് മാത്രം കൃപ കിട്ടിയെങ്കിൽ തീത്തോസ് 2:11 പറയുന്നു, രക്ഷാകരമായ കൃപ സകലർക്കും ഉദിച്ചിരിക്കുന്നല്ലോ. മീനിങ്, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന സകലർക്കും ദൈവം തന്റെ കൃപ നൽകുവാൻ പോകുന്നു. രക്ഷാകരമായ കൃപ സകലർക്കും ദൈവം സ്തോത്രം ഉദിപ്പിച്ചിരിക്കുന്നല്ലോ. ഈ രാത്രി ഏത് ജാതിയിൽപ്പെട്ടവനെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവനെങ്കിലും, ഏത് കുടുംബത്തിന്റെ സാഹചര്യത്തിൽപ്പെട്ടവനെങ്കിലും, സഹോദരനെ സഹോദരിയെ, ഈ രാത്രി ഉദിക്കുന്നതായ സൂര്യനിൽ നിന്ന് വെളിച്ചവും ചൂടും കടന്നു വരുന്നത് പോലെ നീതി സൂര്യനാകുന്ന കർത്താവിൽ നിന്ന് ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് കടന്നു വരുന്നു. സകലർക്കും ദൈവത്തിന്റെ കൃപ ഉദിച്ചിരിക്കുന്നല്ലോ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. 4000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ 1 പറയുന്നു, 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ ന്യായപ്രമാണം കടന്നു വന്നു. എന്നാൽ കർത്താവ് യേശുവിലൂടെ കൃപയും സത്യവും കടന്നു വന്നു. സ്തോത്രം. മോശയിലൂടെ ലോ, ന്യായപ്രമാണം കടന്നു വന്നു. യേശുവിലൂടെ ഗ്രേസ്, ദൈവത്തിന്റെ കൃപ കടന്നു വന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കണേ, യേശുവില്ലെങ്കിൽ നിനക്കൊരിക്കലും കൃപയിൽ കയറുവാൻ കഴിയത്തില്ല. യേശു ഇല്ലാത്ത ഉണർവ് നമുക്ക് വേണ്ട. യേശു ഇല്ലാത്ത അതേ അത്ഭുതം നമുക്ക് വേണ്ട. യേശുവില്ലാത്ത സഭാ വളർച്ച നമുക്ക് വേണ്ട. ഇന്ന് രാത്രി യേശുവില്ലാത്ത പരിപാടി നമുക്ക് വേണ്ട. ടച്ചും ഫയറും റിവറും ഫാൾ ഡൗണും ഓയിലും നോ. അതിൽ യേശു ഉണ്ടോ? യേശുവിനെ ഉയർത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരുവനന്തപുരം പട്ടണത്തിലെ അതേ പ്രാസംഗികന്മാർ കേൾക്കട്ടെ, നിന്റെ ശബ്ദം യേശുവിന്റെ ശബ്ദമായിരിക്കട്ടെ. യേശുവിനെ ഉയർത്തുവാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. യേശു കർത്താവിന്റെ കൃപ നിന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഓൾറെഡി ആയി ചോദിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു, 5 എന്നത് കൃപയുടെ സംഖ്യയാണ്. കർത്താവ് യേശുവിലൂടെ വെളിപ്പെടുന്നതായ ദൈവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ 5 കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ എടുത്താട്ടെ. എഫേസ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. എഫേസ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. എഫേസ് 2:8 ഇങ്ങനെ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ എല്ലാവരും എടുത്തു വരാൻ സമയമെടുക്കും. ആരോ പഴയ നിയമത്തിലാണ് എഫേസിലേക്ക് തപ്പുന്നത്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ശക്തിയോടെ. കൃപയാലല്ലോ, അങ്ങനെയല്ല, വീട്ടിൽ പറയുന്ന പോലെ ശക്തിയോടെ, കൃപയാലല്ലോ. ചില പ്രാസംഗികരോ ചില പാർശ്വന്മാരും ഉണ്ടെന്നില്ല മക്കളെ. അസൂയ ആത്മാവിന്റെ ഫലമല്ല. അത് മാറ്റിവെച്ച് ആ ടെൻഷനൊക്കെ മാറ്റി ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, നിങ്ങൾ ആരാണെങ്കിലും നിനക്ക് രക്ഷ ആവശ്യമാണ്. ഇല്ല, അപ്പൻ ക്രിസ്ത്യാനിയാണ്, അമ്മ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനി എന്ന് ഏതെങ്കിലും മന്ദബുദ്ധി പറയുന്നെങ്കിൽ ദൈവത്തിന് മക്കളെയുള്ളൂ, ദൈവത്തിന് കൊച്ചുമക്കളില്ല.
സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി നീ രക്ഷിക്കപ്പെടണം, നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം. നീ ജനിച്ചു വളർത്തപ്പെട്ട CSIയിലായിരിക്കാം, നീ ജനിച്ചു വളർത്തപ്പെട്ടത് പെന്തിക്കോസിലായിരിക്കാം. പക്ഷെ നിനക്കൊരു DOB, ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുപോലെ, നിനക്കൊരു ജന്മദിനം ഉള്ളതുപോലെ, നിനക്കൊരു ജന്മ ദിവസം ഉള്ളതുപോലെ, നിനക്ക് നിശ്ചയമായി ഒരു വീണ്ടും ജനനത്തിന്റെ ദിവസവും നിനക്ക് ആവശ്യം. അതുകൊണ്ട് സകല മനുഷ്യനും ദൈവത്തിന് മുൻപിൽ പാപികളത്രേ. ഏത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാലും, ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് വിഭാഗത്തിൽ, വർണ്ണത്തിൽ, വർഗത്തിൽ, കൾച്ചറിൽ ജനിച്ചു വളർത്തപ്പെട്ടവനെങ്കിലും എല്ലാവരും ദൈവത്തിന് മുൻപിൽ പാപികളെന്ന് വേദപുസ്തകം പറയുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് അകന്നിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ 5:12 പറയുന്നു, ഏക മനുഷ്യനായ ആദാമിനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരും പരന്നിരിക്കുന്നു. അന്തരീക്ഷത്തിൽ ഭയങ്കര മാലിന്യമാണ്, സമുദ്രജലത്തിൽ ഭയങ്കര ഉപ്പുമാണ് എന്നതുപോലെ സമൂഹത്തിൽ മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ചൂട് കൂടിയതോ പുതിയ ഗവൺമെന്റോ പഴയ MPയോ അല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വില കൂടുതലല്ല. മനുഷ്യന്റെ പ്രശ്നം പെട്രോളിന് വില കൂടിയതും ഡീസലിന് അത്ര വില ഇല്ലാത്തതുമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. പാപത്തിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കണം. നിന്റെ ഭാവിയെ തകർക്കുന്നത് പാപമാണ്, നിന്റെ വിദ്യാഭ്യാസത്തെ ഹനിക്കുന്നത് പാപമാണ്, നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റുന്നത് പാപമാണ്. ഇന്ന് രാത്രി നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ വേർപിരിക്കുന്നത് പാപമാണ്. ഈ നാളുകളിൽ പ്രാസംഗന്മാർ പറയാത്തത് പാപമാണ്, പുൽപ്പിറ്റിൽ കേൾക്കാത്തത് പാപമാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ പാപത്തെ എടുത്ത് പുറത്തുകള. പാപം നിനക്ക് നന്മ ചെയ്യത്തില്ല. ആഫ്രിക്കയിൽ ഒരു പ്രത്യേക ബോട്ടുണ്ടായിരുന്നു. അവിടെ വലിയൊരു റിവറുണ്ട്, വലിയൊരു നദിയുണ്ട്. ഇക്കരെ നിന്ന് അക്കരെ പോകാൻ ഒരു സ്തോത്രം അതെ ബോട്ട് ഉപയോഗിച്ചിരുന്നു. തടി കൊണ്ടുള്ള ബോട്ട്. എന്തുകൊണ്ടുള്ള ബോട്ട്? പറ തടി കൊണ്ടുള്ള ബോട്ട്. നിങ്ങൾ ഈ കർത്താവ് പറഞ്ഞ മറ്റേ ധനവാന്റെ ലാസന്റെ ഉപമ പോലെ നമുക്ക് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. ഈ ഗ്രൗണ്ട് ആരാ കണ്ടുപിടിച്ച? ഈ ഗ്രൗണ്ട് കൺവെൻഷൻ കണ്ടുപിടിച്ച ആൾ എന്നെ കാണണം കേട്ടോ. സ്തോത്രം. അതെ, ഇത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. കർത്താവെ, കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാനിങ്ങനെ ഈ പരിപാടിക്ക് നടക്കുന്നു. എന്നാൽ ഇങ്ങനെ ക്ലാസ് വെച്ച് തിരിച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ വാസസ്ഥലത്ത് പല ഭവനമുണ്ട്, പക്ഷേ അത് ഭൂമിയിൽ ഇങ്ങനെ ഈ രൂപത്തിൽ അത് കല്ലയത്ത് വെളിപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആഫ്രിക്കയിലെ ബോട്ടാണല്ലോ പറഞ്ഞത്. ആഫ്രിക്കയിലെ ബോട്ട്, തടി കൊണ്ടുള്ള ബോട്ട് നദി കടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. സ്തോത്രം. ആ തടി കൊണ്ടുള്ളതായ ബോട്ട് നദി കടക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം സ്തോത്രം നല്ല മരം കൊത്തി, നല്ലൊരു കുഞ്ഞു മരം കൊത്തിയെ ആ ബോട്ടിലെ ഉടമസ്ഥന് കിട്ടി. മരം കൊത്തിയെ കണ്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. ഓ കമോൺ. തിരുവനന്തപുരത്ത് ഒന്നിനും ക്ഷാമമില്ലല്ലോ. മരം കൊത്തി. ആ മരം കൊത്തി എടുത്ത് സ്തോത്രം ബോട്ടിൽ വെച്ച് അതേ ആൾക്കാരും കൊണ്ടിങ്ങനെ പോയപ്പോൾ ബുദ്ധിമാനായ ഒരു നല്ല അപ്പച്ചൻ ഇപ്രകാരം പറഞ്ഞു, മക്കളെ, ഈ മരം കൊണ്ടുള്ള ബോട്ടിൽ മരം കൊത്തി ഇരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. മരം കൊണ്ടുള്ള ബോട്ടിൽ മരം കൊത്തി കൊണ്ട് യാത്ര ചെയ്യുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. ആരും മിണ്ടുന്നില്ലല്ലോ കർത്താവേ. മരം കൊണ്ടുള്ള ബോട്ടിൽ മരം കൊത്തിയുമായി യാത്ര ചെയ്യുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ മരം കൊത്തി എടുത്ത് നീ പുറത്ത് കളയണം, നിന്റെ യാത്ര സുഗമമാകണമെങ്കിൽ. അവൻ കേട്ടില്ല കേട്ടോ, അവൻ അനുസരിച്ചില്ല. പക്ഷെ അല്പനേരം കഴിഞ്ഞപ്പോൾ മരം കൊത്തി തൻ്റെ കുടുംബ തൊഴിൽ ആരംഭിച്ചു. മരക്കൊത്തിയുടെ കുടുംബത്തൊഴിൽ അറിയാലോ. അതിങ്ങനെ കൊത്തി അടിത്തട്ടിൽ നന്നായി കൊത്തി വലിയൊരു ദ്വാരമുണ്ടാക്കി നദിയിലെ വെള്ളം ആ ബോട്ടിലേക്ക് ഇരച്ചു കയറി ആ ബോട്ട് മുങ്ങുവാൻ കാരണമായി. ഇതുപോലെ നിന്റെ അകത്തിരിക്കുന്ന മരം കൊത്തി പാപത്തെ എടുത്ത്, അത് മദ്യമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, വേണ്ടാധീനമായിരിക്കാം, വേണ്ടാത്ത ബന്ധങ്ങളായിരിക്കാം, അതേ പോർണോഗ്രാഫി ആയിരിക്കാം, അശ്ലീലത കാണുന്നതായിരിക്കാം, പറയുന്നതായിരിക്കാം. യേശ് ഓ കമാൺ കമാൺ. നിന്നോടാ ഞാൻ പറയുന്നത്, നാളെയല്ല, അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി യു ടേൺ എടുക്ക്, നിന്റെ ജീവിതം നന്നാകാം. അയ്യോ അങ്കിളെ, എനിക്കതിന് കഴിവില്ല, എനിക്കതിന് ബലമില്ല, പാപത്തെ ജയിക്കാൻ എനിക്ക് കഴിവില്ല. ചിലർ പറയും നീ അങ്ങ് ജയിക്കണം. നോ, മനുഷ്യർക്കാർക്കും പാപത്തെ ജയിപ്പാൻ കഴിയത്തില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടേണ്ടത്. അതിനുവേണ്ടിയാണ് യേശു വന്നത്. നമുക്കെല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മസിൽ മാന്യ കൊണ്ട് അങ്ങ് പാപത്തെ ജയിക്കണമെങ്കിൽ ഇമ്മാനുവൽ ഈ ലോകത്ത് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമുക്കങ്ങ് ജയിച്ചാൽ പോരായിരുന്നോ? എന്നാൽ നമുക്ക് ജയിപ്പാൻ കഴിയാത്തത് കൊണ്ട് നമ്മെ രക്ഷിപ്പാൻ ഇവിടെ സഭയും സംഘടനയും പണിവാനല്ല, ഇവിടെ കൂട്ടത്തിൽ ഒരു മതത്തെ ഉണ്ടാക്കാനല്ല, നിനക്ക് വേണ്ടി മരിക്കുവാൻ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നമ്മെ രക്ഷിപ്പാൻ വന്നു.
മത്തായി 20:28, മർക്കോസ് 10:45 വേദപുസ്തകം പറയുന്നു, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് അതേ മറുവിലയായി ജീവനെ നൽകുവാൻ യേശു വന്നു. യേശു നിനക്ക് വേണ്ടി മരിപ്പാൻ വേണ്ടി വന്നു. അവൻ പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും സത്യവുമായ വചനമത്രേ. സഹോദരനെ നിനക്ക് വേണ്ടി, സഹോദരിയെ നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അതിവസിച്ചവനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കോടാനുകോടി ദൂതന്മാരുണ്ടായിരുന്നു. ആ ദൂതന്മാരിൽ ഒരുവൻ അല്ല വന്നത്. ഒത്തിരി സറാഫുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരുവൻ അല്ല വന്നത്. സിംഹാസനത്തിന് ചുറ്റും 4 ജീവികൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരുവനെ അല്ല അയച്ചത്. ഒത്തിരി കരൂപുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരുവനെ അല്ല അയച്ചത്. ഒരേ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. സ്വർഗത്തെക്കാൾ ഉന്നതൻ, ദൂതന്മാരെക്കാൾ പരിശുദ്ധൻ ആ യേശു നിന്നെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടുവാൻ വേദപുസ്തകം പറയുന്നു, എബ്രായർ 9:22, വിത്തൗട്ട് ഷെഡിംഗ് ബ്ലഡ് there is no remission of sin. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. ഒത്തിരി സ്ഥലങ്ങളിൽ രക്തം ചൊരിഞ്ഞു. ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി ചെതറി വീണപ്പോൾ അതേ രക്തം ചൊരിഞ്ഞു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ രക്തം ചൊരിഞ്ഞു. മഹാത്മാഗാന്ധി വെടിയേറ്റ് പിടഞ്ഞു വീണപ്പോൾ രക്തം ചൊരിഞ്ഞു. പല രാജാക്കന്മാർ, ചക്രവർത്തിമാർ രക്തം ചൊരിഞ്ഞു മരിച്ചു. അവരുടെ രക്തമെല്ലാം ചത്തുപോയി. മനുഷ്യന്റെ രക്തം പങ്കില രക്തം, മനുഷ്യന്റെ രക്തം രക്തം. എന്നാൽ ഇമ്മാനുവേലിന്റെ ശിരകളിലൂടെ ഒഴുകിയ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തം. കരങ്ങളെ അടിച്ച ജനം ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ. ഇതിന്റെ പേരാണ് സുവിശേഷം മക്കളെ. ഇതിന്റെ പേരാ സുവിശേഷം. ഇതിന്റെ പേരാ സുവിശേഷം. ഈ 3 രാത്രി എനിക്ക് യേശു അപ്പച്ചനെ അല്ലാതെ വേറെ ഒന്നിനെയും കുറിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ലോകത്തിലേക്ക് നിന്നെ തേടി, എന്നെ തേടി, നമ്മെ തേടി ഈ ലോകത്തിൽ കടന്നു വന്നു. കാരണം എൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചൊരിയേണ്ടത് ആവശ്യം. 7 സ്ഥലങ്ങളിൽ യേശുവിന്റെ രക്തം ചൊരിഞ്ഞു. അത് വിവരിപ്പാൻ നേരമില്ല. അവസാനം 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ കർത്താവ് യേശു ക്രിസ്തു ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിന്നു. ഞാൻ ആവർത്തിക്കട്ടെ, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. എന്നിട്ട് അവനായി ഉച്ചത്തിൽ നിലവിളിച്ച് യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. ആരോമനെ കൊന്നതല്ല. ഒരു റോമൻ പടയാളിക്ക് യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഒരു ഭൂതത്തിനും പ്രേതത്തിനും യേശുവിനെ തൊടുവാൻ പോലും കഴിയത്തില്ല. അവനെ കൊന്നതല്ല, യേശു നിനക്ക് വേണ്ടി മരിച്ചതാണ്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഒരു പടയാളി കടന്നു വരികയാണ്. ആ പടയാളിയുടെ കയ്യിൽ വലിയൊരു കുന്തമുണ്ട്. ആ പടയാളിയുടെ കയ്യിൽ ഒരു കുന്തമുണ്ട്. കേക്ക് സ്തോത്രം. അതെ, ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, മേ ബി 100 വർഷത്തിന് മുൻപ് മനുഷ്യൻ ഇപ്രകാരം കണ്ടുപിടിച്ചു. അന്നത്തെ മെഡിക്കൽ സയൻസ് പറഞ്ഞു, ശരീരത്തിലെ രക്തമെല്ലാം വാർന്നുപോയി ഒരാൾ മരിച്ചുപോയാൽ അവൻ്റെ ഹാർട്ടിൻ്റെ വാൽവുകളുടെ ഇടയിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകളുടെ ഇടയിൽ ചില തുള്ളി രക്തം, അതെ ചില ഔൺസ് രക്തം വീണ്ടും ബാക്കിയുണ്ടായിരിക്കും. എന്നാൽ ആ കണ്ടുപിടിച്ച മനുഷ്യനോട് പറ, നിങ്ങൾ ലേറ്റായി പോയി. 2000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം കണ്ടുപിടിച്ചതാ. അത് 2000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം കണ്ടുപിടിച്ചതാ. അതുകൊണ്ടാണ് ആ പടയാളി കടന്നു വന്ന അവനെ കുത്തി തുറക്കുവാൻ വേണ്ടി ഇട്ടുകൊടുത്തത്. അവസാനത്തുള്ളി രക്തവും പുറത്തേക്കൊഴുകുവാൻ. വായ് എന്തുകൊണ്ട് അവസാനത്തുള്ളി രക്തവും പുറത്തേക്കൊഴുകി? ഇന്ന് രാത്രി കല്ലയം ഈ ദേശത്തിന്റെ ഈ ശബ്ദ പരിധിക്കുള്ളിലുള്ള അവസാനത്തെ പാപിയും ഈ രാത്രി രക്ഷിക്കപ്പെട്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ യേശുവിന്റെ അവസാനത്തുള്ളി രക്തവും ഈ ഭൂമിയിലേക്ക് ചിന്തപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, കൃപയാലാണ് രക്ഷ. വെള്ളടയ്ക്കപ്പുറത്തുള്ള അതേ സ്തോത്രം കുരിശുമല കയറുന്നത് കൊണ്ടല്ല രക്ഷ. എയർപോർട്ടിനപ്പുറത്തുള്ള അതേ എവിടെ വെട്ടുകാട് അല്ല രക്ഷ. അങ്ങ് വേളാങ്കണ്ണിയിലല്ല രക്ഷ. ഏതോ മലയിലോ താഴ്വരയിലോ അല്ല രക്ഷ. കൊന്ത തള്ളുന്നതിലല്ല രക്ഷ. പുണ്യ പ്രവൃത്തിയിലല്ല രക്ഷ. കർമ്മ മാർഗത്തിലല്ല രക്ഷ. നിന്റെ പ്രവൃത്തിയിലല്ല രക്ഷ. കൃപയാലാണ് രക്ഷ. കൃപയാലാണ് രക്ഷ. കൃപയാലാണ് രക്ഷ. വിളിച്ചു പറഞ്ഞാട്ടെ, യേശുപ്പാ റേഷൻ കാർഡിലല്ല, ആധാർ കാർഡിലല്ല, പാസ്പോർട്ടിലല്ല, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരിനെ അവിടെ നിന്ന് എഴുതണമേ.
തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. ഇന്ന് രാത്രി നീ ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ നീ എൻ്റെ രക്ഷകൻ, എൻ്റെ കൃപ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ. യേശുവേ നീ എൻ്റെ രക്ഷകൻ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരണമേ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്ത ദൈവകൃപയാൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അവൻ നിന്നെ രക്ഷിക്കട്ടെ. ഇന്ന് നിന്റെ രക്ഷയുടെ ദിവസമാകട്ടെ. കൃപയാൽ അവൻ നിന്നെ രക്ഷിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കൃപയാൽ ദൈവം നിങ്ങൾക്കായി കരുതുന്നു. കൃപയാൽ രണ്ടാമതായി ചെയ്യുന്നതായ കാര്യം, കൃപ നിങ്ങൾക്കായി കരുതുന്നു. കൃപ നിങ്ങളെ വലിയ അദാനിയാക്കുന്നു, അംബാനിയാക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. കൃപയാലാണ് യഹോവ ഇരയെ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 8:9 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ നിങ്ങൾക്കായി ദരിദ്രനായി തീർന്നതായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ശബ്ദമുയർത്തി എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞേ, യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ. അങ്ങനെയല്ല, വീട്ടിൽ ശബ്ദിക്കുന്നത് പോലെ നന്നായി ഒന്ന് ശബ്ദിച്ചേ. കമാൺ, നോക്കട്ടെ എത്ര വീടുകൾ സമാധാനപരമായി ജീവിക്കുന്നു എന്നൊന്ന് കാണട്ടെ. കമാൺ, നന്നായി പറഞ്ഞേ. സ്തോത്രം. ആരോടും ഞാൻ പറയത്തില്ല, നിങ്ങൾ ശബ്ദം ഉയർത്തി പറഞ്ഞേ, യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നരാകേണ്ടതിന് അവൻ എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അതൊരു കൃപയാണ്. യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി ഈ ലോകത്തിൽ കടന്നു വന്നു. അതെ, യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്, മീനിങ് എൻ്റെ കർത്താവ് പാപ്പരല്ല. എൻ്റെ കർത്താവ്, സ്തോത്രം, അതെ, എഴുതി തള്ളിയ കടക്കാരുടെ പട്ടിണി പാപമല്ല. കർത്താവ് സമ്പന്നനാണ്. ഓ കമാൺ, നിങ്ങളെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് നമ്മുടെ പാപ്പ ദൊപ്പ ദേവടു, വലിയ ദൈവം, അവൻ സമ്പന്നനാണ്. 24-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൻ്റെ നിവാസികളും വല്ല ദേശാധിപതിയുടെ അല്ല, കർത്താവിൻ്റെതാണ്. അതെ, 50-ാം സങ്കീർത്തനം 12-ാം വാക്യം പറയുന്നു, കാട്ടിലെ സകല മൃഗങ്ങളും ദൈവത്തിൻ്റെതാണ്. റോമർ 10:12 പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ ദൈവം സമ്പന്നനായ ദൈവം. കമാൺ, ഇങ്ങനെ കുനിഞ്ഞിരിക്കാതെ ഒന്ന് നിവർന്നിരുന്നേ. നല്ല അപ്പൻ്റെ മക്കളല്ലയോ? കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്. അപ്പൻ ഭയങ്കര സമ്പന്നനാണ്. ഞാനിന്ന് രാത്രി വീണ്ടും പറയട്ടെ, ഞാൻ പറയുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പലുമല്ല, പോവർട്ടി ഗോസ്പലുമല്ല. ദരിദ്ര സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷമില്ല. സമൃദ്ധി സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷമില്ല. പകരം ഒരൊറ്റ സുവിശേഷമുള്ളൂ, തേജസ്സിൻ്റെ സുവിശേഷം. തേജസ്സിൻ്റെ സുവിശേഷം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ മഹത്വത്തിൽ നിന്ന് യേശു ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നത് ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. എങ്ങനെ പറയാൻ കഴിയും? സ്തോത്രം. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ആൺകുട്ടിയുടെ ശുദ്ധീകരണ നിയമത്തെക്കുറിച്ച് മോശയിലൂടെ ദൈവം പറഞ്ഞു. എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? വളരെ ശ്രദ്ധിക്ക്, അല്പ ഡീപ്പാണ്. സ്തോത്രം. ലേവ്യ 12:8 കർത്താവ് പറഞ്ഞു, ഒരു ആൺകുട്ടിയെ 8-ാം നാളിൽ ദേവാലയത്തിൽ ചർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിച്ഛേദനയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ, പരിച്ഛേദനയ്ക്ക് വേണ്ടി 8-ാം നാളിൽ കൊണ്ടുവരുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം. എന്നാൽ മോശയിലൂടെ ദൈവമായ കർത്താവ് ആട്ടിൻകുട്ടിയുടെ പ്രമാണം നൽകുമ്പോൾ തൊട്ടടുത്ത സെന്റൻസിൽ ദൈവം പറഞ്ഞു, ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ കുറുപ്രാവായാലും മതി. ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ കുറുപ്രാവായാലും മതി. ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ കുറുപ്രാവ് ആയാലും മതി. കടം വാങ്ങി നശിക്കുന്നവർ ഇന്ന് രാത്രി കേൾക്കണം. അതേ, ജീവിതത്തിൽ ഞെരുങ്ങുന്നവർ ഇന്ന് രാത്രി കേൾക്കണം. ജപ്തി നോട്ടീസ് വരുമോ എന്ന് ഭയപ്പെടുന്നവർ ഇന്ന് രാത്രി കേൾക്കണം. അതേ, ദൈവം പറഞ്ഞത് കുറുപ്രാവ് ആയാലും മതിയെന്ന് കർത്താവെന്ന് വെച്ചതെന്നറിയോ? ഇത് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എടാ, ഇന്നേക്ക് 2000 വർഷത്തിന് ശേഷം ഞാൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു ആട്ടിൻകുട്ടിക്ക് വകയില്ലാത്ത മറിയയുടെയും യോസെഫിന്റെ വീട്ടിലാണ് ഞാൻ ജനിപ്പാൻ പോകുന്നത്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അങ്ങനെ തന്നെ പറയുന്നു. എൻ്റെ 49-ാം വാക്യത്തിൽ 8-ാം നാളിൽ യേശു കർത്താവിനെ കൊണ്ട് യോസെഫ് മറിയം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ യോസെഫിൻ്റെ കയ്യിൽ പ്രാവിൻ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീനിങ്, ഇന്ന് രാത്രി ഞായറാഴ്ച പ്രോസ്പെരിറ്റി പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന പ്രീച്ചേഴ്സ് കേൾക്കണം. എൻ്റെ കർത്താവ് സുഖിക്കാനല്ല വന്നത്, അവൻ ദരിദ്രനായിട്ടാണ് വന്നത്. യോസെഫിൻ്റെ കയ്യിൽ 2 പ്രാവിൻ കുഞ്ഞുങ്ങൾ മാത്രമാണ്
ഉണ്ടായിരുന്നത്. അതേ സ്തോത്രം, ഒരു ദരിദ്ര കുടുംബത്തിൽ യേശു ജനിച്ചത് അപ്പോസ്തലൻ പറയുന്നു, നീയും ഞാനും ദരിദ്രരായിരിക്കാൻ വേണ്ടിയല്ല, അവൻ്റെ കൃപയാൽ നമ്മൾ സമ്പന്നരായി തീരുവാൻ. അർത്ഥം സ്തോത്രം, ഞാൻ പറയട്ടെ, ഒരു ലക്ഷറിക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചില്ല, പക്ഷെ അവൻ ആവശ്യങ്ങൾ അത്ഭുതം ചെയ്യുന്നവനാണ്. ഒരു ലക്ഷറിക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിട്ടില്ല, അവൻ നിന്റെ ആവശ്യങ്ങളിൽ അത്ഭുതം ചെയ്യുന്നവനാണ്. മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ടെങ്കിൽ, മക്കളുടെ ജീവിതത്തിന് വേണ്ടി അല്ല മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ, യേശുവിൻ നാമത്തിൽ ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവകൃപയാൽ ഞാൻ സ്തോത്രം അതെ പ്രവചിച്ചു പറയട്ടെ, വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. അതെ, വാതിലുകൾ തുറക്കാൻ പോകുന്നു. ദൈവം നിങ്ങൾക്കായി കരുതാൻ പോകുകയാണ്. ദൈവം കരുതലിന്റെ ദൈവമാണ്. അവൻ ദരിദ്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനെന്നറിയാമോ? അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളും ഞാനും സമ്പന്നരാകാൻ. സ്തോത്രം. അവസ്ഥകൾ മാറും ദൈവമക്കളെ. കർത്താവിന് വേണ്ടി നിന്നാട്ടെ, ദൈവത്തിന് വേണ്ടി ഓടിയാട്ടെ, സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചാട്ടെ. സഭയിൽ ദൈവദാസന്മാർക്ക് അഹരോനും ഹൂരും പോലെ നിന്നാട്ടെ. ഞാൻ പറയട്ടെ, തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം നൽകുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതായ കാലയളവിൽ സൈബീരിയ എന്നറിയപ്പെടുന്നതായ റഷ്യയുടെ മരുഭൂമിയിൽ 8 മിഷണർമാർ ടോട്ടലി ലോക്കപ്പായി. ആ മിഷണർമാർക്ക് പുറത്തിറങ്ങിയാൽ അതേ ജർമ്മൻ പട്ടാളം അവിടെ ഇൻവേഡ് ചെയ്തിരിക്കുകയാണ്. അവർ വെടിവെച്ചു കൊല്ലും. അവർക്ക് സ്തോത്രം അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഈ ക്രിസ്ത്യൻ മിഷണർമാർ നൂറുകണക്കിന് യഹൂദന്മാർ അവിടെ നിന്ന് രക്ഷിച്ചവരാണ്. മഞ്ഞ് വീഴ്ച ഭയങ്കരമായി ഇത് ആരംഭിച്ചു. ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. ആഹാരത്തെക്കാളും വെള്ളത്തെക്കാളും ഏറ്റവും അത്യാവശ്യം മഞ്ഞ് വീഴ്ച വന്നപ്പോൾ അവർക്ക് തീ കാഞ്ഞ് രക്ഷപ്പെടാൻ അവർക്ക് വിറകം ഇല്ലാതെയായി. ആ 8 മിഷണർമാർ അവരുടെ ജീവിതത്തിൻ്റെ പേര് വിശ്വാസ ജീവിതം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, നിങ്ങൾ നയിക്കേണ്ട ജീവിതം വിശ്വാസ ജീവിതം. നിങ്ങൾ നയിക്കേണ്ടത് വിശ്വാസ ജീവിതം. കോടികളെ സമ്പാദ്യത്തല്ല നീ ആയിരിക്കേണ്ടത്. സ്തോത്രം, വിശ്വാസ ജീവിതം. സോ 8 പേർ അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യവും ഒരു പേപ്പറിൽ നന്നായി എഴുതി. ആ 8 പേർ ആ പേപ്പറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, വിറക്, സോപ്പ്, പേസ്റ്റ്, സ്തോത്രം, അതെ മറ്റ് ആഹാര സാധനങ്ങൾ ഒക്കെ 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 ഞങ്ങൾക്ക് ആവശ്യം. അവർ പ്രാർത്ഥിച്ചു ആമീൻ പറഞ്ഞപ്പോൾ ആ വീടിൻ്റെ മുൻപിൽ ആരൊക്കെയോ നടക്കുന്ന ശബ്ദം കേട്ടു. അവർ പറഞ്ഞു, നാസി പട്ടാളക്കാർ നമ്മളെ കണ്ടുപിടിച്ചു. നാസി പട്ടാളക്കാർ നമ്മളെ ഇതാ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി പോകുന്നു. അറച്ചറച്ച് വിറച്ച് അവർ പോയി ആ കതക് തുറന്നു നോക്കുമ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്നു. ഒരാൾ നടന്നതിൻ്റെ ഫുട് പ്രിന്റ് അവിടെ കാണുവാൻ കഴിയുന്നില്ല. ആരും അവിടെ വന്നിട്ടില്ല. പകരം 8 കൂറ്റം വലിയ ബോക്സുകൾ, വലിയ പാർസൽ പെട്ടികൾ, 8 വലിയ പെട്ടികൾ കിടക്കുന്നു. ഒരാൾ പിടിച്ചാൽ പൊങ്ങത്തില്ല. പലർ ചേർന്ന് പിടിച്ച് 8 പെട്ടികളെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് അത് പൊട്ടിച്ചു നോക്കുമ്പോൾ നേരത്തെ ആ ലിസ്റ്റിൽ എന്തൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ അത് മുഴുവൻ ആ പെട്ടിയിലുണ്ടായിരുന്നു. എന്തൊക്കെ പെട്ടിയിൽ, എന്തൊക്കെ ലിസ്റ്റിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ അത് മുഴുവൻ ആ പെട്ടിയിലുണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഏറ്റവും വേഗത്തിൽ എത്തുന്ന കുരിയർ സ്വർഗത്തിൻ്റെ കുരിയറാണ്. യേശുവിൻ നാമത്തിൽ മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പോവാ. സ്തോത്രം. മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു. വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. ഈ മീറ്റിംഗ് ആരുടെയോ ടേണിംഗ് പോയിന്റ് ആയി തീരുവാൻ പോകുന്നു. ഈ മീറ്റിംഗ് ആർക്കോ വലിയൊരു എലവേഷനായി, വലിയൊരു ഉയർച്ചയായി തീരുവാൻ വേണ്ടി പോകുന്നു. അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ നിങ്ങൾക്കായി ദരിദ്രനായി തീർന്നതായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവസ്ഥ മാറുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിന്നെ അംബാനിയാക്കും, അദാനിയാക്കും, അതല്ല ഞാൻ പറയുന്നത്. പകരം യഹോവ ഇരേ, ഇസ്ഹാക്കിന് വേണ്ടി മറ്റൊരാട്ടിൻകുട്ടിയെ മോരിയ മലയിൽ കരുതിയവനായ ദൈവം നിങ്ങൾക്കായി കരുതുന്നവനാണ്. അതുകൊണ്ട് പറയട്ടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കൃപയാൽ അവൻ നിങ്ങളെ അത്ഭുതകരമായി നടത്തുവാൻ പോകുന്നു. കൃപയാൽ രക്ഷിക്കുന്നു. നമ്പർ 2, കൃപയാൽ ദൈവം കരുതുന്നു. മൂന്നാമത് കൃപയാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നു. കൃപയാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നു. ബലഹീനതയോടെ ആരെങ്കിലും വന്നുവോ? രോഗത്തോടെ ആരെങ്കിലും വന്നോ? ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗം കാർന്ന് തിന്നുന്ന ക്രമത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നു? ഇന്ന് രാത്രി RCCക്ക് കഴിയാത്തത്, മെഡിക്കൽ കോളേജിന് കഴിയാത്തത്, ഏതോ നിംസിനും കിംസിനും കഴിയാത്തത് അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ സംഭവിക്കുക തന്നെ ചെയ്യും.
കാരണം കൃപ വെറുതെ ഇരിക്കത്തില്ല. കൃപ നിന്നെ ബലപ്പെടുത്തും, കൃപ നിന്നെ സൗഖ്യമാക്കും. 2 കൊരിന്ത്യർ 12:9 ഒന്ന് വായിച്ചു നോക്ക്. 2 കൊരിന്ത്യർ 12:9. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, എൻ്റെ കൃപ. അങ്ങനെയല്ല, ഈ ചർച്ച കമ്മിറ്റിയിലൊക്കെ പറയുന്ന പോലെ നല്ല വീരോടും വാശിയോടും പറഞ്ഞാട്ടെ, എൻ്റെ കൃപ. കർത്താവേ കാത്തോളനപ്പാ, സ്ട്രോങ് കമ്മിറ്റിയാണ്. സ്തോത്രം. ഒരിക്കൽ കൂടെ പറ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന. ഹേ, ബലഹീനതയോടെ ആയിരിക്കുന്നവരെ, രോഗത്തിൽ ക്ഷീണിതരായിരിക്കുന്നവരെ, സ്തോത്രം, ഭാരപ്പെടുന്നവരെ, ഇന്ന് രാത്രിക്ക് ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉച്ചം തന മുതൽ ഉള്ളം പാദം വരെ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്, കർത്താവിന്റെ ബലം സൗഖ്യമായി സൗഖ്യമായി നിങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ പോകുന്നു. കാരണം അവൻ രോഗം തന്ന് നിന്നെ ദണ്ഡിപ്പിക്കുന്നവനല്ല, അവൻ സൗഖ്യം തന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഒരിക്കൽ കൂടെ മിണ്ടുന്നില്ല. അവൻ രോഗം തന്ന് നിന്നെ ദണ്ഡിപ്പിക്കുന്നവനല്ല, അവൻ സൗഖ്യം തന്ന് ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആരൊക്കെയോ നിങ്ങൾ നോക്കി പറഞ്ഞു കാണാം, ദൈവമാണ് ഈ രോഗം തന്നത്, ദൈവമാണ് ഇങ്ങനെ ദണ്ഡിപ്പിക്കുന്നത് എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അത് ബൈബിൾ അല്ല, എൻ്റെ കർത്താവുമല്ല. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഈ നല്ല 3-ാം തീയതി സൗഖ്യമെന്ന ദാനത്തെ എത്ര അധികം നൽകും. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ദൈവം സൗഖ്യമാക്കുന്നവനാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ചോരത്തലി ആചരിച്ച് പെസഹ ആചരിച്ച് 30 ലക്ഷം ജനം മിസ്രൈമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുണ്ടിയവനും മുടന്തനും പൊട്ടക്കണ്ണനുമായിട്ടല്ല അവർ മരുഭൂമിയിൽ നടന്നത്. 105-ാം സങ്കീർത്തനം 37-ാം വാക്യം പറയുന്നു, there was none feeble among them. അവരിൽ ഒരുത്തൻ പോലും ബലഹീനനായിരുന്നില്ല. പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിൽ, മഹത്വത്തിൽ പൊതിഞ്ഞ ജനത്തെ ദൈവം നടത്തിയപ്പോൾ അവരിൽ ഒരുത്തൻ പോലും രോഗികളായിരുന്നില്ലെങ്കിൽ, പുതിയ നിയമത്തിൽ മഹത്വം പുറത്തല്ല, മഹത്വം അകത്താണ്. ഇന്ന് രാത്രി ഈ ജനം സൗഖ്യത്തോടെ ഈ രാത്രി കടന്നു പോകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കമോൺ, വിശ്വസിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കും മക്കളെ. നന്നായി 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 നന്നായി. ചിലർ സ്തുതിക്കുന്ന സ്വരത്തിൽ അവർ മാത്രമല്ല, അവരെ ചുറ്റും ഇരിക്കുന്നവർ വിടുതൽ പ്രാപിക്കുന്നു. അവർ മാത്രമല്ല, അവരെ ചുറ്റും ഇരിക്കുന്നവർ സൗഖ്യമാകുന്നു. യെസ് 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 യെസ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെയ്യാൻ ദൈവം സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങൾക്കറിയാമോ, 4 സുവിശേഷം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ യേശു കർത്താവ് എവിടെ നിന്നെങ്കിലും വന്നു എങ്കിൽ അവൻ സൗഖ്യമാക്കിയിട്ട് വന്നു. യേശു എവിടെയെങ്കിലും തുടർന്നു എങ്കിൽ അവൻ സൗഖ്യമാക്കിക്കൊണ്ട് തുടർന്നു. ഇഫ് ജീസസ് പ്രൊസീഡഡ് ടു സം പ്ലേസ്, യേശു കർത്താവ് എങ്ങോട്ടെങ്കിലും പോയി എങ്കിൽ അവൻ സൗഖ്യമാക്കാൻ പോയി. നോക്ക, സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു, സൗഖ്യമാക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു, സൗഖ്യമാക്കാൻ പോകുന്നു. ഇന്നലെ ഈ നേരമായപ്പോ 10,000-കണക്കിന് ഗുജറാത്തികളുടെ നടുവിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. ഞങ്ങൾ കണ്ടു ആയിരങ്ങൾ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കല്ലയത്തെ സൗഖ്യമാക്കിക്കൊണ്ട് ഇരിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെയും അടുത്ത നാളുകളിലും അവൻ സൗഖ്യമാക്കാൻ പോകുന്നു. അവൻ സൗഖ്യത്തിന്റെ ദൈവം. പൗലൂസിന് ലഭിച്ചതായ ഒരു പേഴ്സണൽ മെസ്സേജാണ് നമ്മൾ പറഞ്ഞത്. 2 കൊരിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലൂസ് ആരാ? അസാമാന്യമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാ. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, 9 കൃപാവരങ്ങളും ഒരുപോലെ പ്രയോജനപ്പെടുത്തിയ ദൈവദാസനായിരുന്നു പൗലൂസ്. പുതിയ നിയമത്തിൽ പിന്നെ ഒരാൾ കൂടെ ഉള്ളൂ, കർത്താവ് യേശു. സെയിം ആസ് ജീസസ്. യേശു കർത്താവിനെ പോലെ ദൈവത്തിന്റെ അഭിഷേകത്താലും വരത്താലും പ്രയോജനപ്പെട്ടവനായിരുന്നു പൗലൂസ്. പൗലൂസ് റോഡിലൂടെ നടന്നാൽ മതി, ഭൂതം അലറി വിളിക്കും. ഓ, പാളയം ചന്തയിലതൊന്ന് വെളിപ്പെടട്ടെന്നേ. ഓ, നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? കമോൺ, നീ തെരുവിലൂടെ നടക്കുമ്പോൾ മന്ത്രവാദിക്ക് പണി പോണമെന്ന്. പൗലൂസ് റൂമാല് കൊടുത്തു വിടുമ്പോൾ അസാമാന്യമായ വീര്യപ്രവൃത്തി നടക്കുക. പൗലൂസ്, സ്തോത്രം, അതേ പാമ്പിനെ, കയ്യിൽ പറ്റിയ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞാൽ ദ്വീപ് മുഴുവൻ വിശ്വാസികളായി തീരും. ഓ, എന്തോ മനുഷ്യൻ. ഇനി ഒന്നും അവൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വല്ല ജയിലിലും പൂട്ടിയാൽ പുള്ളി പാടിയാൽ നിന്റെ ജയിൽ പിന്നെ കാണത്തില്ല, പിന്നെ സഭയെ കാണത്തുള്ളൂ. പാടാൻ അറിയാന്നുള്ള ആരേലും ഉണ്ടോ? ഹലോ,
പാടുന്നെങ്കിൽ ഈ പട്ടണത്തിന്റെ നോർത്തേൺ ഭാഗത്തിരുന്ന് നമുക്ക് പറയണം, ഞാൻ പാടി ഇതിനെ അങ്ങ് പൊളിച്ചു കളയുക യേശുവിന്റെ നാമത്തില്. അതായിരുന്നു പൗലൂസിന്റെ പ്രസംഗം കേട്ട് രാജാക്കന്മാർ പോലും വിറച്ചു. രാജാവ് പോലും പറഞ്ഞു, അയ്യോ നീ എന്നെ കൂടെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി വിളിക്കുന്നെന്ന്. സ്തോത്രം. അത്ര അമാനുഷികമായി ദൈവം ഉപയോഗിച്ചതായ ദൈവദാസനായിരുന്നു പൗലൂസ്. അവൻ്റെ റൂമാൽ കൊണ്ടിട്ടാൽ എഫെസോസ് പട്ടണത്തിൽ അസാമാന്യമായ വീര്യപ്രവർത്തികൾ നടക്കും. പക്ഷേ അവനിലൂടെ ഇതാ ദൈവശക്തിയും ദൈവസാന്നിധ്യവും ദൈവവരവും ദൈവിക വിടുതലും ഒക്കെ ഒഴുകുകയാണ്. PVC പൈപ്പിലൂടെ ആ അരുവിക്കരയുടെ വെള്ളം ഒഴുകുന്നത് പോലെ അവനിലൂടെ മറ്റുള്ളവരേക്ക് ഒഴുകുകയാണ്. PVC പൈപ്പിലൂടെ ഒഴുകുന്നു. പൈപ്പിന് എന്നാ പ്രയോജനം? പൈപ്പേ, നീ ഇന്ന് രാവിലെ എത്ര വെള്ളം കുടിച്ചു, എത്ര ലിറ്റർ വെള്ളം കുടിച്ചു? പൈപ്പ് പറയും, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. ഏതോ സുവിശേഷ വേലക്കാരൻ എന്നെ തുറിച്ചു നോക്കി. കമാൻ, വാസ്തവം അതാണ്. എന്നാൽ പൗലോസിന് ഏതാണ്ട് ജഡത്തിൽ ഒരു ബലഹീനതയുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ആരോ പറയുന്നു അത് കണ്ണിൻ്റെ കാഴ്ചയാണ്, ആരോ പറയുന്നു വേറെ എന്തോ ആണ്. ഐ ഡോണ്ട് നോ. സ്തോത്രം. വേദപുസ്തകത്തിൽ അതിൻ്റെ ബ്ലാങ്ക് ചെക്കായി അവിടെ സംഖ്യ എഴുതാതെ എഴുതി, കാര്യം എഴുതാതെ ഇട്ടക്കിയ. നിന്റെ ആവശ്യവും അത്യാവശ്യവും എന്താണോ അത് എഴുതാനായി ആ ഭാഗം അപ്പച്ചനങ്ങ് ഒഴിഞ്ഞിട്ടൊക്കെയാണ്. ആ കൃപ വരുമ്പോൾ അതൊരു ബ്ലാങ്ക് ചെക്കാണ്, അതിലങ്ങ് എഴുതി എടുത്തോണ്ടാൽ മതി. മനസ്സിലാക്കുന്ന രാമയൻ പറഞ്ഞേ, അതിലങ്ങ് എഴുതി എടുത്താൽ മതി. അതിൽ വെളിപ്പെടുന്നതായ ഒരു കൃപയുണ്ട്. ആ വിഷയത്തിൽ, ആ നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി കൃപ വ്യാപരിക്കുകയാണ്. ഓ കമൺ 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 കമൺ. നീ നെടുവീർപ്പെടുന്ന ആ വിഷയത്തിൽ ഇന്ന് രാത്രി കൃപ വ്യാപരിക്കുകയാണ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടില്ല, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടില്ല, പക്ഷെ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർ കണ്ടവൻ, നിന്റെ പ്രാർത്ഥന കേട്ടവൻ, നിന്റെ നെടുവീർ പറഞ്ഞവൻ ഇന്ന് രാത്രി പറയുന്നു, അതിന്മേൽ സൂപ്പർ നാച്ചുറലി എന്റെ കൃപ വ്യാപരിക്കുകയാണ്. പൗലോസ് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ശൂലത്തെ ഒന്ന് മാറ്റണമേ. ഇത്രയും പറഞ്ഞിട്ട് കുറച്ചുപേര് മിണ്ടാതിരിക്കുന്ന പോലെ കർത്താവ് മിണ്ടാതിരുന്നു. വീണ്ടും രണ്ടാമത് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ശൂലത്തെ ഒന്ന് മാറ്റണമേ. അപ്പോഴും കർത്താവ് മിണ്ടിയില്ല. മൂന്നാമത് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ശൂലത്തെ മാറ്റണേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി പോലും വന്നില്ല. ഒന്ന് നടന്നതേ ഉള്ളൂ, ഒന്ന് പാടിയതേ ഉള്ളൂ, ഒന്ന് കൊടുത്ത് വിട്ടതേ ഉള്ളൂ. പൗലൂസ് തലയ്ക്ക് പിടിച്ച് മിക്സിയെ ആട്ടുന്നത് പോലെ ആട്ടിയൊന്നും പ്രാർത്ഥിച്ചില്ല. പൗലൂസ് ഹൗസ് വിസിറ്റിൽ വന്ന് സ്പെഷ്യൽ ഉപവാസം. പൗലൂസ് അങ്ങ് എഴുന്നേറ്റപ്പോൾ സ്വർഗം അങ്ങ് തുറക്കുക. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, പ്രാർത്ഥിക്കാതെ ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് വിടുതൽ വെളിപ്പെട്ടവൻ സ്വന്തം ആവശ്യത്തിന് 3 വട്ടം പ്രാർത്ഥിക്കേണ്ടി വന്ന. അപ്പം തമ്പുരാൻ പറഞ്ഞു, ഞാൻ അത് മാറ്റുമെന്നല്ല, അതവിടെ ഇരിക്കും, അതവിടെ ഇരിക്കും. അതവിടെ ഇല്ലെങ്കിൽ നീ നെകളിച്ചു പോവും എന്ന് പറഞ്ഞാൽ നീ ഒരു 2ാം ലൂസിഫറായി പോവും. ഓ കമാൻ കമാൻ കമാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? പുസ്തകം വായിച്ചാലല്ലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അതവിടെ ഇരിക്കും, പക്ഷേ അത് നിന്നെ തടയത്തില്ല, അത് നിനക്ക് തടസ്സമാകത്തില്ല, അത് നിനക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ല, അതിൽ നിനക്കൊരു ചോദ്യചിഹ്നമായിരിക്കാം. ഓ അവർ നിനക്കൊരു ചോദ്യചിഹ്നമാണ്, പക്ഷെ അവിടെ വെളിപ്പെടുന്ന എൻ്റെ ഒരു കൃപയുണ്ട്. ആ കൃപ തന്ന് ഞാൻ നിന്നെ ബലപ്പെടുത്തും. ആ കൃപ തന്ന് ഈ പട്ടണത്തിൽ ഞാൻ നിന്നെ ബലപ്പെടുത്തും. ആ കൃപ തന്ന് ഞാൻ നിന്നെ ഉപയോഗിക്കും. ആ കൃപ തന്ന് നിനക്കെതിരെ സംസാരിക്കുന്നവരെ ഞാൻ മിണ്ടാതാക്കും. ആ കൃപ തന്ന് ഓടേണ്ട ക്രമത്തിൽ ഓടുവാൻ, ചെയ്യേണ്ട കാര്യം ചെയ്യുവാൻ എൻ്റെ കൃപ തന്ന് ഞാൻ നിന്നെ ബലപ്പെടുത്തും. നിനക്ക് നിന്റെ യുദ്ധമുണ്ട്, എനിക്ക് എൻ്റെ യുദ്ധമുണ്ട്, മറ്റവർക്ക് മറ്റവരുടെ യുദ്ധമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും വ്യാപരിക്കുന്ന ദൈവകൃപയുണ്ട്. റസൽ റോസ് എന്ന പേരുള്ള ഒരു TPM പാസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മധുരയിൽ TPM ചേർച്ചിൽ അദ്ദേഹത്തെ ഞങ്ങൾ ഫാമിലി വിസിറ്റിന് വേണ്ടി മറ്റൊരു വിലയേറിയ ഫാമിലിയായിട്ട് പോയപ്പോൾ പാസ്റ്റർ സുന്ദർ റോസിനെ കണ്ടതാണ്. പുള്ളിയുടെ പ്രത്യേകത, തിങ്കൾ മുതൽ ശനി വരെ പുള്ളി പാരാലിസിസ് ആയിട്ടിരിക്കും, തളർന്ന് ഇരിക്കുകയാണ്, നടക്കാൻ പറ്റത്തില്ല. തിങ്കൾ മുതൽ ശനി വരെ അദ്ദേഹം തളർന്നിരിക്കും. പക്ഷെ ഞായറാഴ്ച വന്ന് ഹാളിൽ വന്ന് പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ മൈക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സാവധാനത്തിൽ പുള്ളി പ്രസംഗിച്ചു തുടങ്ങും. ആ പ്രസംഗം ഇങ്ങനെ ഉച്ചസ്ഥായിലാകും. ശബ്ദം വർദ്ധിക്കും, എനർജി വർദ്ധിക്കും, അഭിഷേക ചലനം വർദ്ധിക്കും, തീ വർദ്ധിക്കും.
ആ മീറ്റിങ്ങിൻ്റെ ഒരു 75% കാടളക്കുന്ന സിംഹം പോലെ തളർന്നിരിക്കുന്ന പാസ്റ്റർ മയക്കുമായി എഴുന്നേൽക്കുക. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ അദ്ദേഹം ഓടി നടന്നങ്ങോട്ട് പ്രസംഗിക്കുക. ഓ കമോൺ. അങ്ങനെ പാസ്റ്റർ റസൽ റോസ് 12 വർഷം ശുശ്രൂഷിച്ചു. 12 വർഷം ശുശ്രൂഷിച്ചു. എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കേണ്ടത് പോലെ പ്രസംഗിച്ച് സ്തോത്രം. പക്ഷേ തിങ്കൾ മുതൽ ശനി വരെ അദ്ദേഹം തളർന്നിരുന്ന. ഇത് അമ്മമ്മ കഥയല്ല, ഇത് സുവിശേഷമാണ്. ഇത് സൂപ്പർ സ്റ്റാർ അല്ല, ഇത് പണം പിരിക്കാനുള്ളതല്ല, ഇത് യൂട്യൂബിൽ ആളെ കയറ്റാനുള്ളതല്ല, ഇത് പെന്തിക്കോസ്ത് ബാബ ആകാനുള്ളതല്ല, സുവിശേഷം അനുഭവിക്കാനുള്ളതാണ്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കൃപ തന്ന കർത്താവ് ബലപ്പെടുത്തട്ടെ, കൃപ തന്ന കർത്താവ് ബലപ്പെടുത്തട്ടെ. അയ്യോ എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് മറ്റേ വിഷയത്തിൽ യുദ്ധമാണ്, എനിക്ക് മറ്റേ കാര്യത്തിൽ പ്രശ്നമാണ്, എനിക്ക് ആ വിഷയത്തിൽ ഞാൻ അല്പം പരാജയമാണ് എന്ന് നീ പറയുന്നു എങ്കിൽ കർത്താവ് പറയുന്നു, മക്കളെ നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, നീ കുറവുള്ളവനായി നിൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, നിനക്കൊരു നഷ്ടവും വന്നിട്ടില്ല, നിനക്ക് ഞാനുണ്ട്. കർത്താപ്പച്ചൻ പറയും, എനിക്ക് നിനക്ക് ഞാനുണ്ട്. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയം നിന്നെ വിട്ട് മാറുകയില്ല. നിനക്ക് ഞാനുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ജി മേജർ, ജി മേജർ. ഓ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. എല്ലാവരും മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കൂ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ജീവനുള്ള എല്ലാവരും കരങ്ങളടിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ പാലികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ചേർന്ന് പാടുക. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. എല്ലാവരും മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ജനം പാടിക്കേ. അവൻ വഴികളെ ശബ്ദമുയർത്തി ബ്യൂട്ടിഫുൾ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ഒരിക്കൽ കൂടെ അവൻ വാരികളെ സ്വർഗം കേൾക്കട്ടെ. ചുവടുകളെ
ദൈവത്തിന്റെ ബലം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ബലം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. പൗലൂസിന്റെ യാത്ര എന്നാ തടയപ്പെട്ടോ? പൗലൂസിന്റെ പ്രസംഗത്തിൽ എന്നാ പ്രശ്നം ഉണ്ടായോ? പൗലൂസിന്റെ ലേഖന എഴുത്ത് പകുതി വഴിയിൽ വെച്ച് നിന്നുപോയോ? ഒന്നുമില്ല. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കൃപ തന്നെ ബലപ്പെടുത്തിയെങ്കിൽ, ഒരിക്കൽ കൂടെ, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യാൻ, 75% പകുതിയല്ല, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യാൻ എല്ലാ ശുശ്രൂഷകരെ കർത്താവ് ബലപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അവൻ ആൽഫ എന്ന് പറഞ്ഞ് നിന്നിൽ എന്തെങ്കിലും ആരംഭിച്ചു എങ്കിൽ ഒമേഗ കണ്ടിട്ട് മാത്രമേ തന്റെ കൈ പിൻവലിക്കത്തുള്ളൂ. കാര്യങ്ങളെ അടിക്കുന്നെങ്കിൽ നന്നാ കൈയടിച്ച ദൈവത്തെ സ്തുതിക്ക്. യെസ് 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 യെസ്. ആരാ കൈയടിച്ചു നിർത്തിയ? ആരാ ഇതുവരെ കൈ അടിക്കാത്ത അസൂയക്കാരൻ? കമാൺ, ശക്തിയോടെ. കൃപ ബലപ്പെടുത്തട്ടെ, കൃപ ബലപ്പെടുത്തട്ടെ. കൃപ നിന്നെ ബലപ്പെടുത്തിയാണ്. വാ തുറന്ന് അന്യഭാഷ പറഞ്ഞ് ശബ്ദമുയർത്തി ശക്തിയോടെ. യെസ്, കൃപ നിന്നെ ബലപ്പെടുത്തുന്നു. ബലം 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 ബലം. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിനും ബലം. എല്ലാം നിരാശയ്ക്ക് വിട്ടുപോകാം, എല്ലാ നെഗറ്റിവിറ്റിക്ക് മാറിപ്പോകാം, എല്ലാ മാനസിക രോഗങ്ങൾക്കും നീങ്ങിപ്പോകാം. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങൾക്കും നീങ്ങിപ്പോകാം, എല്ലാ പ്രശ്നങ്ങൾക്കും മാറിപ്പോകാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ഡയബറ്റിക്കിന്റെ കെട്ടുകൾ അടിയട്ടെ, എല്ലാ പാരമ്പര്യ രോഗത്തിന്റെ ബലഹീനത വിട്ടുപോകട്ടെ. ഈ ദൂത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാചാനമയച്ച് വിടുവിക്കുന്ന ദൈവിക സൗഖ്യം ജനത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കൃപയിൽ അവൻ സ്തോത്രം നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. കൃപയാൽ രക്ഷിക്കുന്നു, കൃപയാൽ കരുതുന്നു, കൃപയാൽ ബലപ്പെടുത്തുന്നു, കൃപയാൽ അവന്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുന്നു. കൃപയാൽ അവന്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുന്നു. കൃപയാൽ അവന്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുന്നു. നിനക്കെന്തോ ചെയ്യാൻ കഴിയും എന്നല്ല നാട്ടുകാർ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഒരിക്കൽ കൂടെ, നിനക്കെന്തോ ചെയ്യാൻ കഴിയും, നിന്റെ പെർഫോമൻസ് അല്ല തിരുവനന്തപുരംകാർ കാണാൻ വേണ്ടി പോകുന്നത്. സ്വർഗത്തിന്, കർത്താവിന് നിന്നിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഈ തലമുറ കാണുവാൻ പോകുക. നീ ഒരു കണ്ണാടിയാണ്. നീ അങ്ങനെ പൊസിഷൻ ചെയ്തങ്ങ് നിന്നാലേ അവൻ നിന്നിലൂടെ അങ്ങ് വെളിപ്പെടും. കർത്താവ് അങ്ങ് വെളിപ്പെടും. കർത്താവ് വെളിപ്പെട്ടാലേ അത് ഭയങ്കര ചരിത്രമായിരിക്കും. ഈ പഞ്ചായത്തിൽ കൈയടിക്കുന്നതിന് ടാക്സ് കൊടുക്കണം. കാരണം വൈപ്പ് പല്ല് വച്ചിട്ടുള്ളവർ വന്നിട്ടുണ്ട്. വാ തുറന്നാൽ ചിലപ്പോൾ ചിരിച്ച പല്ല് താഴെ വീഴും. അതുകൊണ്ട് ചോദിച്ചതാ. കമാൺ, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന് വേണ്ടി നിന്നാട്ടെ, യേശുവിന് വേണ്ടി നിൽക്കുക, സംഘടനയ്ക്കല്ല നിൽക്കേണ്ടത്. ചിലർ പറയും ഞാൻ ഉപദേശത്തിന് വേണ്ടി നിന്നു, ചിലർ പറയും ഞാൻ വേർപാടിന് വേണ്ടി നിന്നു, ചിലർ പറയും ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നു. എടാ മന്ദബുദ്ധി, നീ പരാജയപ്പെടും. നീ നിൽക്കുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന എന്റെ കർത്താവിന് വേണ്ടി നിന്നാട്ടെ. പണത്തിന് വേണ്ടിയല്ല നിൽക്കേണ്ടത്, പ്ലാറ്റ്ഫോമിന് വേണ്ടിയല്ല നിൽക്കേണ്ടത്, അവസരത്തിന് വേണ്ടിയല്ല അവസരവാദി നീ നിൽക്കേണ്ടത്, യേശുവിന് വേണ്ടി നിൽക്ക്. ആ 3 ചെറുക്കന്മാര് നിന്ന നിപ്പ് നോക്ക്. ഫയറി ഫർണസില്, തീ ചൂളയിൽ അവന്മാര് നിന്നത്. ശദ്രക്ക്, മേശക്ക്, അഭേദനഹോ, ആ 3 പേർ നിന്നത് നോക്ക്. അവർ കർത്താവിന് വേണ്ടി നിന്ന്, കർത്താവിന് വേണ്ടി നിന്നപ്പോ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഫ്ലെക്സും നോട്ടീസും ഒന്നും അമ്മാരടിച്ചില്ല. അമ്മാരെ പിടിച്ച് ഫയറി ഫർണസിലിട്ട, അമ്മാരെ പിടിച്ച് തീച്ചൂളയിലിട്ട നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, യുവമാർ ഒറ്റക്കല്ലടേ. ഹലോ, നിങ്ങൾ കേട്ടാ? ഈ പട്ടണത്തിലെ ജാതികൾ പറയാൻ പോകുന്നു, നീ ഒറ്റക്കല്ല, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ കൂടെ ഉണ്ടെന്ന്. നിന്നെ വിമർശിക്കുന്നവർ, നിന്നെ തുറിച്ചു നോക്കുന്നവർ, നിനക്കെതിരെ പരിഹാസം പറഞ്ഞവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞവർ, കള്ളക്കഥകൾ മെനഞ്ഞവർക്ക് അതേ അവർ തിരിച്ചു പറവാൻ വേണ്ടി പോകുന്നു. ഐ പ്രൊഫസൈ ഓവർ യു, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. അവർ നിങ്ങൾക്കെതിരെ പറഞ്ഞത് മാറ്റി പറയുവാൻ പോകുന്നു. കൃപ നിന്നിലൂടെ വെളിപ്പെടുകയാണ്. നിന്റെ പഴയ തുണി പിടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ല, ചെതൽ പിടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ല, കൃപ നിന്നിൽ വെളിപ്പെടുക.
മറ്റുള്ളവരുടെ വായടയുക. 1 കൊരിന്ത്യർ 15:10 അങ്ങനെ പറയുന്നു. പൗലോസ് പറയും, ഞാനല്ല അധ്വാനിച്ചത്. 1 കൊരിന്ത്യർ 15:10, ഞാനല്ല അധ്വാനിച്ചത്, ഞാനങ്ങ് നിന്ന് കൊടുത്തതേ ഉള്ളൂ. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപ അത്രയും അധ്വാനിച്ചത്. 22 സഭ സ്ഥാപിച്ചെന്ന്, ഏകദേശം 13 ലേഖനം എഴുതിയെന്ന്, ഇത്രയും യാത്ര ചെയ്തെന്ന്. പുള്ളി ചെയ്തതായ കോൺട്രിബ്യൂഷൻ മുഴുവൻ നോക്കിയാൽ ഒരു കൂട്ടം, കർത്താവേ, ഒരു സമൂഹമാണോ ഇത് ചെയ്തത്? ഒരു ടീമാണോ ഇത് ചെയ്തത്? ഒരു വലിയ ചർച്ചാണോ ഇത് ചെയ്തത്? അല്ല 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 അല്ല, ഒരു കൂട്ടമല്ല ചെയ്തത്, ഒറ്റ വ്യക്തിയാണ് ചെയ്തത്. ഓ കമാൻ. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ചില ദൈവദാസന്മാർ, ചില ദൈവദാസിമാരെ നോക്കി ഞാൻ പറയുന്നു, നിന്റെ ശവപ്പെട്ടി പൊങ്ങുമ്പോ ഞാൻ അത് പാടുന്നതിന് മുമ്പ് ഒരു സമൂഹമാണോ ഇത് ചെയ്തത് എന്ന് പറയാത്ത ക്രമത്തിൽ ദൈവരാജ്യത്തെ ഇമ്പാക്ട് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ ദൈവം നിന്നെ കൃപയിൽ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോകുന്നു. സ്തോത്രം. അതായിരുന്നു വില്യം കേരി വലിയൊരു ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു, ബാങ്കർ ആയിരുന്നു, ട്രാൻസ്ലേറ്റർ ആയിരുന്നു, ലൈബ്രറിയനായിരുന്നു, മിഷണറി ആയിരുന്നു. വില്യം കേരിയുടെ ഔട്ട്പുട്ട് നോക്കിയാൽ ഡേവിഡ് ലിവിൻസ്റ്റന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ, സ്തോത്രം, അതേ പല മിഷണന്മാരെ നോക്കിയാൽ ഇത് ഒരു സമൂഹമല്ലേ ചെയ്തത്, ഇത് ഒരു വ്യക്തിയാണ് ചെയ്തത്. അതിനർത്ഥം, സ്തോത്രം, യേശുവിന് വേണ്ടി നീ നിൽക്കുമ്പോൾ നിന്റെ സ്കൂള് തരാത്ത ബുദ്ധി, നിന്റെ പ്രൊഫസർക്കില്ലാത്ത കഴിവ്, നിന്റെ കോളേജിനില്ലാത്ത സ്കില്ല് നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരാത്മാവിൻ്റെ പുതിയ പകർച്ചയുടെ പുതപ്പ് ആരുടെ മേലോ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. സ്വർഗത്തിൻ്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ്. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, അതാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറ, കൃപ. കേട്ടില്ല? ഒരിക്കൽ കൂടെ, കൃപ. അതെ, പൗലോസ് പറയും, ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപയാത്രേ. എന്നെ കൊല്ലാൻ പട്ടണം മുഴുവൻ കാത്തിരുന്നു, പക്ഷെ കൃപയാൽ ചിലരെന്നെ ഇറക്കി വിട്ടു. എന്നെ കൊല്ലുമെന്ന് ഭക്ഷണം കഴിക്കാതെ ശപഥം ചെയ്തവരുണ്ടായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു ദൈവത്തിൻ്റെ കൃപയാൽ. ഈശാനം മുതൽ കൊടുങ്കാറ്റടിച്ച്, സ്തോത്രം, പാമ്പ് കടിച്ചും എന്നെ കൊണ്ട് ചെയ്യേണ്ടത് ദൈവം എന്നെ കൊണ്ട് തന്നെ ചെയ്തു. ഇത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവ്. ഞാൻ പ്രവചിച്ചു പറയുന്നു, കർത്താവിൻ്റെ കഴിവ് നിങ്ങളിലൂടെ വെളിപ്പെടുന്നു. അമേസിംഗ് ആയ വചനമായിരിക്കാം. കമാൺ, വാ തുറന്ന് ഏറ്റെടുക്ക്. പ്രവചനമായിരിക്കാം, യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയായിരിക്കാം, വിടുതലായിരിക്കാം. ഇന്ന് രാത്രി മുതൽ കൃപയിൽ അവൻ നിന്നെ ബലപ്പെടുത്തിയാണ്. നിന്റെ അഭിഷേകത്തിൻ്റെ അളവിനെ ഈ ആരംഭ രാത്രിയിൽ കർത്താവ് വർദ്ധിപ്പിക്കുകയാണ്. കമാൺ മക്കളെ, ആരംഭ രാത്രി നിന്റെ അഭിഷേകത്തിൻ്റെ അളവിനെ ദൈവം വർദ്ധിപ്പിക്കുന്നു. നിന്റെ കൃപയ്ക്കൊരു വർധനമുണ്ട്. കൃപമേൽ കൃപ. അവസാനമായി 5-ാമതായി ഒരു കാര്യം കൂടെ പറയട്ടെ. കൃപ രക്ഷിക്കുന്നു, കൃപ കരുതുന്നു, കൃപ ബലപ്പെടുത്തുന്നു, കൃപ കർത്താവിൻ്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. 5-ാമതായി, കൃപയുണ്ടോ നിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, കൃപയുണ്ടോ നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഇംഗ്ലീഷിൽ നമുക്ക് പറയാം, കൃപയുണ്ടോ, ഐ ആം അൺസ്റ്റോപ്പബിൾ. എന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഒരു ആൻറ്റി മാത്രം നല്ലൊരാമയം പറഞ്ഞോ ഞാൻ കേട്ടു. ഒരു സഹോദരി മാത്രം നല്ലൊരാമയം പറഞ്ഞോ. എല്ലാവരും നല്ലൊരാമയം പറയോ മക്കളെ? ആ കീബോർഡ് ഒരു നിമിഷം ഒന്ന് സൈലന്റ് ആക്കട. എല്ലാവരും ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കൃപയാണോ, കൃപയുണ്ടോ നിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ തിരുവനന്തപുരക്കാരാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ തൊരപ്പനെലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തൊരപ്പനെലി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയോട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കാതെ, കമോൺ, എനിക്ക് വയ്യ. ഈ തൊരപ്പനേലി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, 10 കൊട്ടം മണ്ണ് അത് കൊണ്ടുവന്ന് അവൻ്റെ പുറത്തിട്ടിട്ട് ഏതോ ശത്രു പറഞ്ഞു, യവനെ ഞാൻ ഇതോടെ ഒതുക്കും. 10 കൊട്ടം മണ്ണിട്ടിട്ട് തുരക്കുന്ന എലി, തുരപ്പനെലി. അയ്യോ, അടൂരുകാർക്ക് റാന്നിക്കാർക്കൊന്നും ഇത് അറിയത്തില്ല. ഞങ്ങൾ തിരുവനന്തപുരംകാരെ തന്നെ ഞങ്ങളൊന്ന് പറയട്ടെ. സോ നോക്ക്, 10 കൊട്ടം മണ്ണ് ഇതിൻ്റെ മേൽ ഇട്ടിട്ട് പറഞ്ഞു, യവൻ്റെ പരിപാടി തീർക്കും. എലിയാണോ? എലിയാണോ? അപ്പം പുറത്ത് വന്നിരിക്കും. കൃപയുണ്ടോ? പറ. മുഴുവൻ നരകം ഒരുമിച്ച് എഴുന്നേറ്റ് വന്നാലും, മുഴുവൻ ലോകം നിനക്കെതിരെ ക്രൂസൈഡ് നടത്തിയാലും,
കൃപയുണ്ടോ അഭിഷേകം നുകങ്ങളെ തകർത്തിരിക്കുന്നു. കാരണം നിയോഗമുള്ള ഒരു സെരുബാബേലിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അത് പറഞ്ഞാൽ നമുക്ക് നിർത്താം. നാളെ ബാക്കി കേൾക്കാം. സഖറിയ പ്രവചനം 4-ാം അധ്യായം 7 മുതൽ 9 വരെ വായിക്കുമ്പോൾ യെരൂശലേം പട്ടണം ഇതാ പൊളിഞ്ഞു കിടക്കുകയാണ്. യെരൂശലേം ദേവാലയവും പൊളിഞ്ഞു കിടക്കുക. യെരൂശലേം പട്ടണത്തിന്റെ മതിൽ പണിവാൻ നെഹമ്യാവിന് നിയോഗമുണ്ടായി. എന്നാൽ യെരൂശലേം ആലയം പണിവാൻ സെരുബാബേലിന് നിയോഗമുണ്ടായി. സെരുബാബേലിന് യെരൂശലേം പട്ടണത്തിന്റെ സ്തോത്രം, യെരൂശലേം ദേവാലയം പണിയാൻ നിയോഗമുണ്ടായി. നിയോഗമുള്ള ആരോ എന്നെ കേൾക്കുന്നു? ഓ കമാൻ, നിയോഗമുള്ളവർ ഇന്ന് രാത്രി കേൾക്കട്ടെ. നീ പണിയുന്നത് പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, നീ പണിയുന്നത് പൊളിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം നിയോഗം നിന്റെ സംഘടനയതല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെതത്രേ. സെരുബാബേൽ നിയോഗമായി ആലയം പണിയാൻ വേണ്ടി വന്നപ്പോൾ മഹാപർവ്വതം പൊങ്ങി നിൽക്കുക. വെല്ലുവിളി ഉണ്ടോ ദൈവ പൈതലേ? മനസ്സിലാക്കുക, കർത്താവ് കൂടെയുണ്ട്. നിയോഗമുള്ളവന്റെ മുൻപിൽ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വലിയ പർവ്വതം പൊങ്ങി നിന്നപ്പോ സെരുബാബേൽ സ്നേഹിതരോട്, ആ ടേപ്പ് എടുക്ക്, ആ തുലാസ് എടുക്ക്, നമുക്ക് ഇതിനൊന്ന് തൂക്കി നോക്കാം, അളന്ന് നോക്കാം എന്നല്ല പറഞ്ഞത്. പ്രശ്നങ്ങളെ അളക്കല്ല, വെല്ലുവിളികളെ അളക്കല്ല, പകരം കൃപയിൽ ആശ്രയിച്ച് പറയണം, ഹേ മഹാപർവ്വതമേ, ഹേ മഹാപർവ്വതമേ. സഖറിയ 4 ഞാൻ പറയുന്നത്, ഹേ മഹാപർവ്വതമേ, നീ സമഭൂമി ആയിത്തീരും. അതിന് കൃപ എന്ന് ആണിക്കല്ല് കയറ്റ്. ഹേ മഹാപർവ്വതമേ, നീ സമഭൂമി ആയിത്തീര്. അതിന് കൃപ എന്ന് ആണിക്കല്ല് കയറ്റ്. അതിനർത്ഥം സ്തോത്രം, അടിസ്ഥാന കല്ലിട്ടത് സെരുബാബേലാണെങ്കിൽ, അടിസ്ഥാന കല്ല് ഫൗണ്ടേഷൻ സ്റ്റോൺ, അടിസ്ഥാന കല്ല് ഇട്ടത് സെരുബാബേലാണെങ്കിൽ, ആണിക്കല്ല് അവസാനത്തെ കല്ലും ഇടുന്നത് അതേ സെരുബാബേൽ തന്നെയാണ്. വഴിയിൽ വെച്ച് തടയപ്പെട്ട ബിസിനസ്സുകളെല്ലാം ഇന്ന് രാത്രി മുതൽ വീണ്ടും പുനരാരംഭിക്കട്ടെ. തടയപ്പെട്ട കോഴ്സുകൾ വീണ്ടും ആരംഭിക്കട്ടെ. വഴിയിൽ തടയപ്പെട്ട നന്മകൾ ഇന്ന് രാത്രി കൃപയാൽ വീണ്ടും പുനരുത്ഥാനം പ്രാപിക്കട്ടെ, വീണ്ടും ആരംഭിക്കട്ടെ. അടിസ്ഥാന കല്ലിട്ട സെരുബാബേലാണോ? ആണിക്കല്ല് നീ തന്നെ കയറ്റും. ഇന്ന് രാത്രി കൃപ വർദ്ധിക്കുകയാണ്. ഒരു സ്റ്റോറി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു ദിവസം ഒരു ബോട്ടിൽ എല്ലാവരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബോട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു പാറക്കെട്ടിൽ വന്ന് തട്ടി നിന്നു. കാരണം വെള്ളം വളരെ കുറവാണ്. അവിടെ പാറയുണ്ട്. എല്ലാവരും കൂടെ നിലവിളിച്ചു, കർത്താവേ പാറയെ മാറ്റണേ. ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിലവിളിച്ചു, കർത്താവേ ഈ പാറയെ മാറ്റണേ. പാറ മാറിയില്ല, പാറ അവിടെ തന്നെ ഇരുന്നു. പകരം ദൈവം മഴയെ അയച്ചു. ഇടിച്ചു കുത്തി ഭയങ്കരമായി മഴ പെയ്തപ്പോൾ വെള്ളം പൊങ്ങിയപ്പോഴേക്കും ബോട്ടും പൊങ്ങി. വെള്ളം പൊങ്ങിയപ്പോൾ ബോട്ടും പൊങ്ങി. കുറേ നേരം കഴിഞ്ഞ് മഴ നിൽക്കുന്നില്ല, വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം പാറ വെള്ളത്തിൻ്റെ അടിയിലായി. വെള്ളം പൊങ്ങി, ബോട്ട് മുന്നോട്ട് പോയി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ വെല്ലുവിളിക്കുന്ന പർവ്വതത്തെ അപ്രത്യക്ഷമാക്കുവാൻ, നിന്റെ മുൻപിലുള്ള പർവ്വതത്തെ നാട്ടുകാർ കാണാത്ത രീതിയിൽ കൃപയെ വർദ്ധിപ്പിച്ച് എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ എത്തിപ്പവാൻ പോകുന്നു. എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങയുടെ കൃപയിൽ ഞാൻ മുന്നേറട്ടെ. അങ്ങയുടെ കൃപയിൽ ഞാൻ ചാരുന്നു. അങ്ങയുടെ കൃപയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ അവിടെ തന്നെ സഹായിക്കണമേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. ഇരു കരങ്ങളെ ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു.
ഇനി കരങ്ങൾ ഉയർത്തി മോചനം വീണ്ടും ഇരു കരങ്ങളും തലയ്ക്ക് മുകളിൽ ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും ശബ്ദവും കരങ്ങളും ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും കണ്ണുകൾ നിറഞ്ഞെടുക്കട്ടെ, കരങ്ങൾ ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടും നന്ദി യേശുവേ, നന്ദി യേശുവേ. Come on എല്ലാവരും. നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാവരും ചേർന്ന് നന്ദി യേശുവേ, 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 പറഞ്ഞേ നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ, 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 കരങ്ങളിൽ ശബ്ദം ഉയർത്തി ജനം പാടിക്കേ. സ്വർഗം കേൾക്കട്ടെ. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. സ്തുതി വർദ്ധിക്കുന്നിടത്ത് കൃപ പെരുകുന്നു. സ്തുതി വർദ്ധിക്കുന്നത് കൃപ പെരുകുന്നു. സ്തുതി വർദ്ധിക്കുന്നത് കൃപ പെരുകുന്നു. പ്രവർത്തിക്കാത്ത ഒരു മെഷീൻ പോലെ തുരുമ്പ് പിടിച്ച് സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികൾ, പ്രവർത്തിക്കാതെ സ്റ്റക്കായി തുരുമ്പ് പിടിച്ച് നാമവിശേഷമായി കിടക്കുന്ന കുടുംബങ്ങൾ, ബിസിനസ്സുകൾ, ഈവൻ ശുശ്രൂഷകൾ ചാരം മൂടിക്കിടക്കുന്ന അടുപ്പ് പോലെ, ചാരം മൂടിക്കിടക്കുന്ന അടുപ്പ് പോലെ, അതേ പ്രവൃത്തി മണ്ഡലം ചാരം മൂടിക്കിടക്കുന്നതായ കുട്ടികൾ, ഭാവികൾ,
ജീവിതങ്ങൾ സ്റ്റക്കായിരിക്കുന്നത്, സ്റ്റാഗ്നന്റ് ആയിരിക്കുന്നത് ഇന്ന് രാത്രി ചിലപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. പക്ഷേ ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നു, നിന്റെ നിലവിളി ദൈവം കേൾക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ആ സ്റ്റക്കായിരിക്കുന്നത്, ആ സ്റ്റാഗ്നന്റ് ആയിരിക്കുന്നത്, ആ തടയപ്പെട്ടിരിക്കുന്നതിനെ ഞാൻ കെട്ടഴിച്ചു വിടുകയാണ്. ശക്തിയോടെ നന്ദി പറ. ചില വർഷങ്ങൾ ഒന്നും നടന്നില്ല, ചില കാലയളവിൽ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, വേഗത്തിൽ എൻ്റെ കരം ചലിക്കുന്നു, വേഗത്തിൽ ഞാൻ വിടുതൽ അയക്കാൻ പോകുന്നു, വേഗത്തിൽ ഞാൻ മറുപടി അയക്കാൻ പോകുന്നു, വേഗത്തിൽ അവൻ നിങ്ങൾക്കായി എഴുന്നേൽക്കുന്നു. ഇതാ മുന്നോട്ട് പോകുന്നു, ലൈഫ് മുന്നോട്ട് പോകുന്നു, ജീവിതം എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ മുന്നോട്ട് പോകുന്നു. കരങ്ങളെ അടിച്ച് യേശുവിന്റെ നാമത്തിൽ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ ശക്തിയോടെ. വിടുതൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളിലൂടെ, കുടുംബങ്ങളിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇതുവരെ നിന്റെ ബന്ധുക്കൾ കണ്ടിട്ടില്ല. എന്തൊക്കെ കർത്താവിന് ചെയ്യാൻ കഴിയുമെന്ന് നിന്റെ സ്നേഹിതർ അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ കൃപയാൽ ഒരു മിററിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വലിയ പദ്ധതി നിന്റെ റിഫ്ലക്ട് ചെയ്യുവാൻ പോകുന്നു. കൃപ കരങ്ങളെ അടിച്ച് വാതുറന്ന ദൈവത്തെ സ്തുതിക്കുക. ഒരിക്കൽ ഉണ്ടായിരുന്ന അഗ്നിയെ ദൈവം നിനക്ക് തിരികെ തരിക, ഒരിക്കൽ ഉണ്ടായിരുന്ന തീയെ ദൈവം നിനക്ക് തിരികെ തരിക, ഒരിക്കൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന സീലിനെ ഇന്ന് രാത്രി കർത്താവ് തിരികെ തരിക. നഷ്ടപ്പെട്ടു പോയ പുതപ്പ് ചിലർ മേൽ തിരികെ വരിക. ഏറ്റെടുക്കുക. ടച്ച് in the name of Jesus. Fill them. Yes. നഷ്ടപ്പെട്ട നിന്നെ കരിക്കട്ടയാക്കി വെച്ചിരിക്കുന്ന അവസ്ഥകൾ മാറുകയോ, നിന്നെ കാട്ടുതീയാക്കി അനേകരെ കത്തിക്കുന്ന, അനേക കുടുംബങ്ങളെ കത്തിക്കുന്ന, അനേക വ്യക്തികളെ ദൈവകൃപയിലേക്ക് തിരിക്കുന്ന കാട്ടുതീയാക്കി കൃപ ഇന്ന് രാത്രി നിന്നെ ബലപ്പെടുത്തുകയാണ്. വായ്കളെ തുറന്ന് ജനം ദൈവത്തെ സ്തുതിക്കുക. In the name of Jesus. 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 ബലഹീനതകൾ വിട്ടുപോകട്ടെ, ക്യാൻസറുകൾ മറയട്ടെ, ട്യൂമറുകൾ പ്രത്യക്ഷമാകട്ടെ, കേൾവി കുറവുകൾ മാറിപ്പോകട്ടെ, മൈഗ്രെയിൻ തലവേദനകൾ മാറിപ്പോകട്ടെ, കുടുംബ രോഗങ്ങളെ കെട്ടുകൾ അഴിയുന്നു, ആർത്രൈറ്റിസ് വാതരോഗങ്ങളെ കെട്ടുകൾ അഴിയുന്നു, പോസ്റ്റ് കോവിഡിന്റെ പ്രശ്നങ്ങൾ വിട്ടുപോകുന്നു, കൈകാലിന്റെ വേദനകൾ വിട്ടുപോകുന്നു. ഈ ഗ്രൗണ്ട് മുഴുവൻ സൗഖ്യം നിറയുന്നു. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ ഏറ്റെടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഈ ഗ്രൗണ്ട് മുഴുവൻ സൗഖ്യം നിറയുന്നു. നിങ്ങൾ രോഗത്തോടെ ആരെങ്കിലും കൊണ്ടുവന്നിരിക്കുന്ന അവിടെ മേൽ കൈവയ്ക്കുക. ഇപ്പോ അവരെ സൗഖ്യമാകും. യെസ്, ഒരു സൗഖ്യത്തിന്റെ മേഘം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഐ എം നോട്ട് ബട്ടറിംഗ് ഓർ ബ്ലാബറിംഗ്. ഞാൻ ചുമ്മാ പുലമ്പിയല്ല. ഐ എം സീയിങ് ദ ഹീലിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ സാന്നിധ്യം ഈ ജനത്തിൽ മൂടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസ കർത്താവേ, അങ്ങ് കാണിച്ചത് അടിയൻ പറഞ്ഞു, അങ്ങ് പറയാൻ പറഞ്ഞത് അടിയൻ പറഞ്ഞു. ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗശക്തികളും ഞാൻ ചേമെടുക്കുന്നു. എല്ലാ ബലഹീനതകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഹേ, സകല ദുഷ്ടരോഗങ്ങളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ അവ അടിഞ്ഞ് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. സകല രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, എല്ലാ ബലഹീനതകളുടെ കെട്ടുകൾ അടിയട്ടെ, എല്ലാ രോഗത്തിന്റെ ബലഹീനത കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. എല്ലാ ബലഹീനതകൾ, എല്ലാ വേദനകൾ, രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാക്ഷാൽ യേശു ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, യേശു ഞങ്ങളുടെ വേദനകളെ ചുമന്നു. അവന്റെ യേശുവിന്റെ അടിപ്പിണരാലുള്ള അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി ഈ ജനത്തിന്മേൽ വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ തൈറോയ്ഡ് രോഗങ്ങൾ വിട്ടുപോകട്ടെ. ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഈ ജനത്തോടെ സൗഖ്യമാക്കിയ കൃപയ്ക്കാണ്, വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ
യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആരും ഈ ഗ്രൗണ്ടിൽ നടക്കരുത്. നിങ്ങളുടെ രണ്ട് കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളെ മാർബോട് ചേർത്ത് വെച്ചാട്ടെ. ആരും കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്ക്. Thank you, Holy Spirit. Exalt the name of Jesus. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപമില്ലാത്തവനായ യേശു, പാപമില്ലാത്തവനായ യേശു പാപികൾക്കായി അവസാനത്തുള്ളി രക്തം വരെ ഈ ലോകത്തിൽ ചിന്തി. യേശു നിനക്കായി മരിച്ചു. അവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലായി ഇന്ന് രാത്രി തട്ടുകയാണ്. ആരോ ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനുണ്ട്. ആരോ പറയുന്നു, കത്തുന്ന നരകത്തിലല്ല, മഹത്വത്തിൻ്റെ സ്വർഗത്തിൽ എനിക്ക് എത്തണം. എനിക്ക് യേശുവിൻ്റെ കൃപ വേണം. ആ റോഡ് സൈഡിൽ നിൽക്കുന്നവർ, ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, യേശു എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാനതാ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ ദയവാ നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. ദയവാ നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. യേശുവിനെ ഇന്ന് രാത്രി ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം അത്രത്തോളം നന്നായി തലയ്ക്ക് മുകളിൽ നിങ്ങളുടെ കരങ്ങളെ നന്നായി ഉയർത്തിയാട്ടെ. ആരും താഴ്ത്തിയിടല്ലേ. ആ കരങ്ങളെ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ അവിടെ അവിടെയായി കരങ്ങൾ ഉയർത്തുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രോത്സാഹനത്തിനായി നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനാവാചകം ആവർത്തിച്ച് പറയാം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, പ്രിയ കർത്താവേ. എല്ലാവരും പറഞ്ഞേ, പ്രിയ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എനിക്കായി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പറഞ്ഞേ, യേശു കർത്താവേ, അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ. പറഞ്ഞേ, ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരിനെ അവിടുന്ന് എഴുതണമേ. പറഞ്ഞാട്ടെ, രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. യേശുവിനെ രക്ഷകനായി കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഈ രാത്രി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, കൃപയാൽ എന്നെ രക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച എല്ലാവരും നിങ്ങളുടെ ഡയറിയിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബൈബിളുണ്ടെങ്കിൽ ആ ബൈബിളിൽ എഴുതുക. ഇന്ന് എത്രയാ തീയതി? 3/5/2024 മെയ് 3-ാം തീയതി 2024 ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. കൈയടിക്കുന്ന കല്യാൺകാർ കുറച്ചുകൂടെ നന്നായി കൈയടിച്ചേ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.